ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജിയുടെ ഫാദർ എന്ന് റിഗാർഡ് പിടിക്കുന്ന ആരെയാണ്? സോ ഇതൊക്കെ നിങ്ങൾ വേറെ ഗൂഗിളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മിസ്ലീഡിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ആയിട്ടിരുന്നു. കാരണം ഗൂഗിളിലൊക്കെ നിങ്ങൾ അടിച്ചാൽ ചിലപ്പം ആന്റോൺ വോൺ ലിവൻഹൂക്ക് ആയിരിക്കും വരുന്നത്. ബട്ട് ആന്റോൺ വോൺ ലിവൻഹൂക്ക് മൈക്രോസ്കോപ്പിയെ കണ്ടുപിടിച്ചുകൊണ്ട് ആളെ പ്രീവിയസ്ലി മൈക്രോബയോളജിയുടെ പിതാവായിട്ട് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഏൻഷ്യൻ മൈക്രോബയോളജി അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് പഴയ ഏൻഷ്യൻ മൈക്രോബയോളജിയുടെ പിതാവ് ആന്റോൺ വോൺ ലിവൻഹൂക്ക് തന്നെയാണ്. പക്ഷെ കറന്റ്ലി ഫാദർ ഓഫ് മൈക്രോബയോളജി ലൂയിസ് പാസ്റ്റർ ആണ്. കുറെ ഈ പറയുന്ന പോലെ തന്നെ മൈക്രോബയോളജിയിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആളെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. റോബർട്ട് കോച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫാദർ ഓഫ് ബാക്ടീരിയോളജി. കാരണം ബാക്ടീരിയയുടെ കുറെ കാര്യങ്ങൾ കോച്ച് പോസ്റ്റ്ലേറ്റ് അതുപോലത്തെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന റോബർട്ട് കോച്ച് ആണ്. അതുകൊണ്ട് റോബർട്ട് കോച്ചിനെ ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് പറയും. ലൂയിസ് പാസ്റ്റർ ഫാദർ ഓഫ് മൈക്രോബയോളജി. ആന്റോൺ വോൺ ലിവൻഹൂക്ക് ഫാദർ ഓഫ് ആൻഷ്യൻ മൈക്രോബയോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് പ്രോട്ടോസുവോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി എന്ന് പറയാം. റൊഡോൾഫ് വിർച്വോ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഫാദർ ഓഫ് പെത്തോളജിയാണ്. ഇനി വേറെ സയന്റിസ്റ്റ് ചോദിക്കാൻ സാധ്യത വേണമെങ്കിൽ വൈറസിനെ സംബന്ധിച്ചിട്ടുള്ള ബെയ്ജർനിക് ഉണ്ട്. ബെയ്ജർനിക്ക് ചോദിക്കാം. ഇവനോസ്കി ചോദിക്കാം. അപ്പം പിന്നെ സ്റ്റാൻലി ആണ് ആദ്യമായിട്ട് വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. കൂടുതൽ ഫാദേഴ്സ് അല്ലെങ്കിൽ സയന്റിസ്റ്റ് റിഗാർഡ്. Next question is the process of killing or removing all forms of microorganisms, including bacteria, viruses, fungi and spores is called. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഒരു പാർട്ട് പഠിക്കാനുണ്ട് നമുക്ക്. അതായത് എല്ലാ ടൈപ്പുള്ള മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് ബാക്ടീരിയ, വൈറസ്, ഫഞ്ചി ആൻഡ് ബാക്ടീരിയൽ സ്പോർസ് ഓൾസോ. അപ്പൊ ബാക്ടീരിയൽ സ്പോർസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എക്സ്ട്രീം കണ്ടീഷനിലൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന സാധനമാണ് ബാക്ടീരിയൽ സ്പോർസ്. അപ്പൊ അത് ഭയങ്കര ഹൈലി റെസിസ്റ്റന്റ് ആയിരിക്കും. ഡിസ്ഇൻഫെക്ഷനോട് ഹൈലി റെസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ സ്പോറും കൂടെ ഉൾപ്പെടുത്തി കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇൻഫെക്ഷനിലെ സ്പോറ് നമ്മൾ അവിടെ തന്നെ നിൽക്കും. ഡിസ്ഇൻഫെക്ഷനിൽ സ്പോറ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ ആ ഒരു അഴുക്ക് വരുന്ന ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വരുന്ന കണ്ടാമിനേറ്റ് ആണെന്നാണ് കണ്ടാമിനേഷൻ എന്നത്. സെപ്സിസ് ഇതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്നാണ് സെപ്സിസ് എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ സെപ്റ്റിക് അടിച്ചു, അതായത് ബാക്ടീരിയ അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അസെപ്റ്റിക് ആയിട്ടുള്ള സർജറി ആയിരിക്കണം. അത് ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇൻവോൾവ്മെന്റ് അതിനകത്ത് വരും. ഓക്കെ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റെറിലൈസേഷൻ. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസ്ഇൻഫെക്ഷൻ കാട്ടി കൂടുതൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ് ഓഫ് കില്ലിംഗ് ഓർ റിമൂവിംഗ് ജേംസ് ആണ്. ഇൻക്ലൂഡിംഗ് സ്പോർട്സിനെ അവിടെ റിമൂവ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ. ഓക്കെ. നമ്മൾ കുറെ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഇതിപ്പോ റിവൈസ് ചെയ്യുമ്പോൾ കാരണം ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ നിങ്ങളുടെ മോഡ്യൂളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈ സ്റ്റെറിലൈസേഷനും വെറ്റ് സ്റ്റെറിലൈസേഷൻ, അതുപോലെ തന്നെ ഹോട്ട് സ്റ്റീം വെച്ചിട്ടുള്ള ഓട്ടോക്ലേവ്, അതുപോലെ ഹോട്ട് എയർ ഓവൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ്. റേഡിയേഷൻ, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസസ്. The time temperature combination of hot air oven is 121 degrees Celsius for 15 minutes. And second statement is the time temperature combination of autoclave is 160 degree for ടൈപ്പിംഗ് മിസ്റ്റേക്ക് കൊണ്ട് 15 എന്നുള്ള ഒരു പാർട്ട് നിങ്ങൾ കളയണ്ട. 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 60 മിനിറ്റ്സ് അതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ആക്ച്വലി ഇത് വൈസ് വേഴ്സ ആണ്, റിവേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഹോട്ട് എയർ ഓവന്റെ ടെമ്പറേച്ചർ 160 ഫോർ 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ആണ്. ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സും. അതുപോലെ പ്രഷർ ഉണ്ട്, ഓട്ടോക്ലേവിൽ പ്രഷർ ഉണ്ട് നമ്മുടെ. കാരണം ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ വേണം ചോദിക്കാം. നമ്മുടെ എക്സാക്ട് നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിന്റെ അതേ പ്രിൻസിപ്പിൾ ആണ് ഓട്ടോക്ലേവ് വരുന്നത്. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇത് രണ്ടും റിവേഴ്സ്ഡ് ആണ്. അതായത് ഓട്ടോക്ലേവിന്റെ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് 15 LBS പ്രഷർ ആണ്. ഹോട്ട് എയർ ഓവൻ 160 ഡിഗ്രി ഫോർ 60 മിനിറ്റ്സ് ആണ്. അല്ലാതെ വേറെ ചോദിക്കുന്ന അതിനകത്ത് ഒരെണ്ണം ഡ്രൈ ആണ്. ഈ ഹോട്ട് എയർ ഓവൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്, മറ്റേത് moist heat sterilization autoclave ആണ്. Okay, so both the statements are incorrect. B is the answer. And which one of following is an example of membrane filter? അടുത്ത നമുക്ക് ഫിൽട്രേഷൻ പഠിക്കാനുണ്ട്. ഫിൽട്രേഷൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പൊ ഫിൽട്രേഷൻ പഠിക്കുമ്പോൾ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഡീപ് ഫിൽറ്ററും അല്ല മെംബ്രെയിൻ ഫിൽറ്റർ. ഡീപ് ഫിൽറ്റർ എന്ന് വെച്ചാൽ അതിന്റെ ടോട്ടലി സർഫസിൽ മാത്രമല്ല അതിന്റെ അകത്തോട്ടൊക്കെ ഇമ്പ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്ത് വാക്യൂം വെച്ച് അബ്സോർബ് ചെയ്തെടുക്കും. പക്ഷെ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഒരു പേപ്പർ ലൈക്ക് മെംബ്രെയിൻസ് ആണ്. അപ്പൊ അത് ഇങ്ങനെ എന്താ പറയുക, ഒരു ബീക്കറിന്റെ മേലിലോട്ട് ആ മെംബ്രെയിൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ പോർ ചെയ്യുന്ന സമയത്ത് ആ മെംബ്രെയിനിൽ മാത്രം ഇമ്പ്യൂരിറ്റീസ് അവിടെ കളക്ട് ചെയ്ത് പോവും, ഫിൽറ്റർ ചെയ്യും. അപ്പൊ അങ്ങനത്തെയാണ് മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. അത് ഡീപ്പിലോട്ട് വരുന്നത്, അത് ചെറിയ തിൻ മെംബ്രെയിൻ ആണ്, പേപ്പറാണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരുന്ന മെംബ്രെയിൻ ഫിൽറ്ററിന് എക്സാമ്പിൾ ഏതാണ്? നമ്മൾ മേലിൽ പറഞ്ഞ ബെർഫീൽഡ് ഫിൽറ്റർ,
ചേംബർലാൻഡ് ഫിൽട്ടർ, സീറ്റ്സ് ഫിൽട്ടർ, ഇതൊക്കെ ഡീപ്പ് ഫിൽട്ടേഴ്സ് ആണ്. ഓക്കെ, ഡീപ്പ് ഫിൽട്ടേഴ്സ് ആണ്. അതിനകത്ത് മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് ആയിട്ട് പഠിക്കുന്നത് നമ്മൾ രണ്ട് മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് ആയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് PVDF, പോളിവിനൈലിൻ ഡൈഫ്ലൂറൈഡും, അതുപോലെ നൈട്രോസെല്ലുലോസ് പേപ്പർ. ഇത് നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫിൽട്രേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ PVDF അല്ലെങ്കിൽ നൈട്രോസെല്ലുലോസ്. ചില ക്വസ്റ്റ്യൻ നൈട്രോസെല്ലുലോസ് ആയിരിക്കും ചോദിക്കും. അപ്പൊ അത് രണ്ടും മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് ആണ്. വേറാസ് ബെർഗ്ഫീൽഡ്, ചേംബർലാൻഡ്, സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞത് ഡാർക്ക് ഡീപ്പ് ഫിൽട്ടേഴ്സ് ആണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്, അത് ഞാൻ എന്റെ നോട്ട്സിൽ എന്റെ PPT-ൽ തന്നിട്ടുണ്ട്. ബെർഗ്ഫീൽഡ് നിർമ്മിച്ചിരിക്കുന്ന ഡയാറ്റോമേഷ്യസ് എർത്താണ്. ഈ പറയുന്ന കടലിൽ ജീവിക്കുന്ന ചെറിയ സ്ലൈം മോൾസ് ഉണ്ട്. അപ്പൊ അതിന്റെ ചെറിയ പ്രോട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡെത്തിന് ശേഷം അതിന്റെ സ്കെലിറ്റൺ പോലത്തെ ചെറിയ സാധനം താഴെ വീഴും. അപ്പൊ അതിനകത്ത് നിന്നാണ് ഈ ബെർഗ്ഫീൽഡ് ഫിൽട്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ചേംബർലാൻഡും സീറ്റ്സും. അപ്പൊ ഓരോന്നും ഏത് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ആ മെറ്റീരിയൽ എന്താണെന്നുള്ളത് കാര്യം ഞാൻ ഇന്ന് അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ. So which of the following, fifth question, which of the following are correct concerning sterilization by radiation? Okay. അപ്പൊ നമ്മള് വേറൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് റേഡിയേഷൻ. ത്രൂ റേഡിയേഷൻ നമ്മൾ സ്റ്റെറിലൈസേഷൻ അല്ലേ. So first statement is UV light, ultraviolet light has limited sterilization power because of poor penetration. Gamma radiation has greater energy than UV light, therefore more effective. അത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം UV ലൈറ്റ് സ്റ്റെറിലൈസേഷൻ പവർ കുറവാണ്. അത് അയണൈസേഷൻ പവർ ഒക്കെ വെച്ചിട്ടാണ് ആ സ്റ്റെറിലൈസേഷൻ പവർ പറയുന്നത്. അപ്പൊ ഗാമ റേഡിയേഷൻ ആണ് കുറച്ചും കൂടെ പെനിട്രേഷൻ പവർ അല്ല അയണൈസേഷൻ പവർ കൂടുതലുള്ള. അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് പെനിട്രേറ്റ് ചെയ്യും, മോർ എഫക്റ്റീവ് ആയിരിക്കും കമ്പയർ ടു UV ലൈറ്റ്. അപ്പൊ UV ലൈറ്റ് കമ്പയർ ടു ഗാമ റേറ്റ്, കുറച്ച് ഗാമ റേഡിയേഷൻ കമ്പയർ ചെയ്യുമ്പോൾ അത് പെനിട്രേഷൻ കുറവായതുകൊണ്ട് അതിന്, അല്ലെ നോൺ അയണൈസിങ് ആയതുകൊണ്ട് അത്ര പവർ ഇല്ല, സ്റ്റെറിലൈസിങ് പവർ ഇല്ല. ഓക്കെ. അടുത്ത, അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അല്ലെ, ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത, UV radiation is used for sterilization of disposable syringes and gloves. And fourth one is gamma radiation is used for sterilization of operation theaters. രണ്ടും റിവേഴ്സ് ചെയ്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് UV റേഡിയേഷൻ ആണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് UV റേഡിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഗാമ റേഡിയേഷൻ ആണ് ഡിസ്പോസിബിൾ സിറിഞ്ചസ് ആൻഡ് ഗ്ലൗസ്. ഡിസ്പോസിബിൾ സിറിഞ്ചസ് ആൻഡ് ഗ്ലൗസ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഗാമ റേഡിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് രണ്ടും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. UV-യുടെ കാര്യം ഗാമയിൽ പറയുന്നു, ഗാമയുടെ കാര്യം UV-യിൽ പറയുന്നു. അടുത്ത ലാസ്റ്റ്, സ്റ്റെറിലൈസേഷൻ ബൈ ഗാമ റേഡിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. വേണ്ട അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം. കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കുറെ ഹോട്ട് സ്റ്റെറിലൈസേഷൻ, ഇപ്പോ ഓട്ടോക്ലേവ്, നമ്മുടെ ഹോട്ട് എയർ ഓവനൊക്കെ ഹോട്ട് ആയിട്ടുള്ള ലിക്വിഡ് അല്ലെ, ഹോട്ട് സ്റ്റീം അങ്ങനത്തെ സാധനം വെച്ചാണ്. അപ്പൊ അത് ഹോട്ടാണ്. അപ്പം അതല്ലാതെ ഈ സ്റ്റെറിലൈസേഷൻ ബൈ റേഡിയേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക്കലി സ്റ്റെറിലൈസേഷൻ ബൈ ഗാമ റേഡിയേഷൻ നമ്മൾ പറയുന്ന കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ്. അപ്പൊ അത് ചോദിക്കാം, അതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. കോൾഡ് സ്റ്റെറിലൈസേഷൻ, റേഡിയേഷൻ വെച്ചിട്ടുള്ള ഗാമ റേഡിയേഷൻ വെച്ച സ്റ്റെറിലൈസേഷൻ ആണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡും ഫോർത്തും തെറ്റാണ്, ഫിഫ്ത് ശരിയാണ്. അപ്പൊ 1, 2 and 5 ആർ കറക്റ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഈസ് കോമൺലി യൂസ് ഫോർ കൾച്ചർ മീഡിയ. അപ്പൊ നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് ഇതുപോലെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് അല്ലെ. മൈക്രോബയോളജി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ബാക്ടീരിയനെ പ്രത്യേകിച്ച് നമ്മൾ കൾച്ചർ മീഡിയയിൽ ഇടും. കൾച്ചർ മീഡിയയിൽ ഇപ്പോൾ ഓരോ സ്പെസിഫിക് കൾച്ചർ മീഡിയ, അതായത് നമുക്ക് ബാക്ടീരിയ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ വളരുവാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡി പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് അത് വളരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ലാബോറട്ടറി കണ്ടീഷനിൽ ഈ പറയുന്ന കൾച്ചർ മീഡിയയിൽ അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അതിനാവശ്യമുള്ള വാട്ടറും എല്ലാ ന്യൂട്രിയൻസും ആഡ് ചെയ്താൽ, അതേ കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ, അതിന്റെ ഒപ്റ്റിമൽ ടെമ്പറേച്ചറും pH-ഉം ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ എന്തുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റില്ല? അതിപ്പോ അതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് കൾച്ചർ മീഡിയ നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ നമുക്ക് ബാക്ടീരിയനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വളർത്താൻ, ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ വളർത്താൻ പറ്റും. അപ്പൊ ആ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ കൾച്ചർ മീഡിയ ഇമ്പോർട്ടന്റ് ആണ്. കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ ആണ്. കൾച്ചർ മീഡിയ സ്റ്റെറിലൈസേഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ ആണ്. ഓക്കെ. which of the following is an example of gaseous sterilization agent? Which of the following is an example of a gaseous sterilizing agent? ഏതാണെന്നാണ്. കുറെ സ്റ്റെറിലൈസിങ് ഏജന്റ് ഉണ്ട്. ഇപ്പൊ തന്നിരിക്കാൻ ഗ്ലൂട്രാൾഡിഹൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈപ്പോക്ലോറൈഡ് ഒക്കെ നമ്മൾ മെയിനായിട്ട് നോക്കി. എന്നാലും ഗേഷ്യസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെറിലൈസിങ് ഏജന്റ്. ഇപ്പൊ എത്തിലിൻ ഓക്സൈഡ് ഒരു ഗേഷ്യസ് സ്റ്റെറിലൈസിങ് ഏജന്റ്. അതുപോലെ ക്ലോറിൻ ഗ്യാസ്, വേറെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്ലോറിൻ ഗ്യാസ് വരും. അപ്പൊ അത് ഒരു ഗേഷ്യസ് സ്റ്റെറിലൈസിങ് ഏജന്റ് ആണ്. അതുപോലെ നമ്മുടെ ഓസോൺ, O3 എന്ന് പറയുന്ന ഓസോൺ ഒരു ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ ഏജന്റ്. ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെറിലൈസേഷന്റെ പാർട്ടിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത ഇത് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊരു ടോപ്പിക് ഉണ്ട്, ഡിഫൻസ് മെക്കാനിസംസ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇമ്മ്യൂണിറ്റി
ആൻഡ് ഫൈൻഡ് ഔട്ട് ദി റൈറ്റ് വൺസ്. ഇമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക, അതിനകത്ത് നിന്നുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് പ്രസന്റ്. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇന്നേറ്റ് ആ വേർഡിന്റെ അർത്ഥം തന്നെ ഇപ്പൊ നമ്മൾ പറയാം നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള കുറച്ച് എബിലിറ്റീസ് ഉണ്ട്. ജന്മനാ ഉള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ചിത്രം വര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാടുന്നത് ഇന്നേറ്റ് ആയിട്ട് കിട്ടുന്ന കുറച്ച് എബിലിറ്റീസ് ഉണ്ട്. അല്ല നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതാണ് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതായത് ബൈ ബർത്ത് നമുക്ക് സ്കിൻ ഉണ്ട്, ഒരു ഫിസിക്കൽ ബാരിയർ ഉണ്ട്, അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡക്ഷൻ. അപ്പൊ അങ്ങനത്തെ കാര്യമൊക്കെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളാണ് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്ത് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ഏതാണ് സ്പെസിഫിസിറ്റി? സ്പെസിഫിക് ഏതാണ്? അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണോ, അത് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ആണോ? സ്പെസിഫിക് മീൻസ് ഒരു പർട്ടിക്കുലർ ഓർഗാനിസം, ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ, ഒരു പർട്ടിക്കുലർ വൈറസിനെതിരെയാണോ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി ആക്കുന്നത്? അല്ല. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആണ്. കാരണം സ്കിൻ എന്ന് വെച്ചാൽ ഏത് ബാക്ടീരിയ ഏത് വൈറസ് വന്നാലും അതിനെതിരെ ചെറിയൊരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ഫിസിക്കൽ ബാരിയർ ആക്ട് ചെയ്യുന്നത്, അത് സ്പെസിഫിക് അല്ല. പക്ഷെ ഇനി അക്വേർഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ വരുമ്പോൾ അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആണ്. അതായത് ഒരു അക്വേർഡ് ഇമ്മ്യൂണിറ്റി ആദ്യം നമ്മൾ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻസ് വൈറസോ അല്ല ബാക്ടീരിയ വല്ലതും വന്ന് അത് പക്ഷേ അതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി ഭയങ്കര സ്ലോ ആയിരിക്കും ഫസ്റ്റ്, അതായത് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത് അതേ സെയിം പാത്തോജൻ നമ്മളെ വന്നു, അപ്പം എന്ത് ചെയ്യും? അവിടെ അനാംനെസ്റ്റിക് റെസ്പോൺസ് ഓർ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാ പറയുന്നത്. സെയിം പത്തോജൻ തന്നെ രണ്ടാമത് നമ്മുടെ ബോഡി വരും. അത് കുറച്ചും കൂടെ സ്പീഡ് ആയിരിക്കും. കാരണം മെമ്മറി പവർ, അങ്ങനെ മെമ്മറി സെൽസ്, അങ്ങനെ കാര്യങ്ങളുണ്ട് ഈ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയിൽ. അവരെന്ത് ചെയ്യും? അവർ ഇത് ഓർത്ത് വെക്കും, എന്നിട്ട് അടുത്ത സമയം ഇൻഫെക്ഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് നടക്കും. അല്ലാത്ത തരത്തിൽ ഒരു ഇനിഷ്യൽ ഇൻഫെക്ഷനിലെ ഒരു ഇനിഷ്യൽ പ്രശ്നം വരുമ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്ടിങ് കമ്പയർ ടു അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പം അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ബർത്തിൽ കിട്ടുന്നതാണ്. അടുത്ത അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്സ് ആഫ്റ്റർ എ ഡിസീസ് ഓർ വാക്സിൻ. അത് വളരെ കറക്റ്റ് ആണ്. ഒരു ഡിസീസ് ഓർ വാക്സിന്റെ എഫക്ട് അല്ലെങ്കിൽ ആ ഒരു അതിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡിസീസ് വല്ല കിട്ടുമ്പോൾ അല്ലെ വാക്സിൻ എടുക്കുമ്പോൾ അങ്ങനെ അക്വയർ ചെയ്തെടുക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത മെമ്മറി സെൽസ് ആർ ഇൻവോൾവ് ഇൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് തെറ്റാണ്, ഓൾറെഡി പറഞ്ഞു. അക്വേർഡ് ഇമ്മ്യൂണിറ്റി ആണ് മെമ്മറി സെൽസ് വരുന്നത്. അത് ആദ്യം ഒരു ഇൻഫെക്ഷൻ വന്നു, അത് കുറച്ച് സ്ലോ ആയിരിക്കും. പിന്നെ അടുത്ത ഒരു അതേ സെയിം പത്തോജൻ അടുത്ത് വരുമ്പോൾ മെമ്മറി സെൽസ് ആക്റ്റീവ് ആവും അല്ലെ. അവർ നേരത്തെ ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള സെൽസ് ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ആന്റിജൻസ് ആണ്, അല്ലെങ്കിൽ പത്തോജൻസ് ആണ് കണ്ടുപിടിച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ മെമ്മറി സെൽസ് അക്വേർഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആകും. അടുത്തത് സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫ്രം സ്റ്റൊമക് ആർ കമ്പോണൻസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഈ പറയുന്ന മൂന്ന് ഇന്നേറ്റ് ഞാൻ പറഞ്ഞു ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബരിയേഴ്സ്. സ്കിന്നൊക്കെ ഫിസിക്കൽ ബരിയേഴ്സ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ കെമിക്കൽ ബരിയേഴ്സ് ആണ് അല്ലെ. അതിനെ പ്രിവെന്റ് ചെയ്യുന്ന, അതിന്റെ എൻട്രി ഒന്ന് തടയുന്ന ആൾക്കാരാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ സിലിയ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സിലിയ ഉണ്ട്. സിലിയ അതൊക്കെ അങ്ങനെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പത്തോജൻസിനെ ട്രാപ്പ് ചെയ്ത് നമ്മുടെ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്, മ്യൂക്കസ് സെക്രീഷൻ വഴി അതിനെ പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് നമ്മുടെ തുമ്പഴോ അല്ലെങ്കിൽ നമ്മുടെ കബോ ആയിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ അതിനെ എക്സ്പെൽ ചെയ്ത്. അടുത്തത്, അപ്പൊ അതും കറക്റ്റ് ആണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് ഫാസ്റ്റ് ആക്ടിങ് കമ്പയർഡ് ടു അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അതും കറക്റ്റ് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഫാസ്റ്റ് ആക്ടിങ് ആണ് കമ്പയർഡ് ടു അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അക്വേർഡ് ഇമ്മ്യൂണിറ്റി എപ്പോഴാണ് ഫാസ്റ്റ് ആക്ടിങ്? രണ്ടാമത് സെയിം പത്തോജൻ വരെ, അതിനാണ് റെസ്പോൺസ് അല്ലെങ്കിൽ സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്ടിങ് ആയിരിക്കും. അല്ലെങ്കിൽ വെറുതെ പറഞ്ഞാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അടുത്ത ഇപ്പൊ പറഞ്ഞ ഈ സ്പെസിഫിസിറ്റി ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോൺ സ്പെസിഫിക് ആണ്. ഏത് പത്തോജൻ വന്നാലും അതിനെതിരെ ആക്ട് ചെയ്യും. അക്വേർഡ് ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടെ സ്പെസിഫിക് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഫൈൻഡ് ഔട്ട് ദി റൈറ്റ് വൺസ് എന്നാണ്. ഫസ്റ്റ് ഈസ് കറക്റ്റ്, സെക്കൻഡ് ഈസ് കറക്റ്റ്, ഫോർത്ത് ഈസ് കറക്റ്റ്, ഫിഫ്ത് ഈസ് കറക്റ്റ്. 1, 2, 4 and 5. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. 3 ഫോർസ് ആണ്. മെമ്മറി സെല്ല് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ആണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോഡ് ഓർഗൻ. നമ്മൾ ഓൾറെഡി പഠിഞ്ഞാണ് സെക്കൻഡറി ആൻഡ് പ്രൈമറി ലിംഫോഡ് ഓർഗൻസ് അല്ലെ. അപ്പൊ എന്താണ് പ്രൈമറി ലിംഫോഡ് ഓർഗൻസ് എന്ന് വെച്ചാൽ ആ ലിംഫോഡ് സെൽസ് അല്ലെങ്കിൽ ആ ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മെച്ചുർ ചെയ്യുന്ന അതിനെ പാകപ്പെടുത്തി എടുക്കുന്നു. അതായത് ഇനി വരുന്ന ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനെ പാകപ്പെടുത്തി എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് പ്രൈമറി ലിംഫോഡ് ഓർഗൻ എന്ന് പറയുന്നത്. അതായത് ചിക്കനിലെ പറഞ്ഞാൽ ബർസ ഓഫ് ഫാബ്രീഷ്യസ്, അല്ലാതെ ബാക്കി എല്ലാത്തിനും ബോൺ മാരോ ആൻഡ് തൈമസ്, ഈ മൂന്നെണ്ണം. ബോൺ മാരോ ആണ് ബി സെൽസ്, അതുകൊണ്ടാണ് ബോൺ മാരോ പ്രൊഡ്യൂസിംഗ് സെൽസ് ആണ് ബി ലിംഫോസൈറ്റ്സ്. അതുപോലെ തൈമസിൽ നിന്ന് മെച്ചൂർ ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടി ലിംഫോസൈറ്റ്സ് എന്നാണ്. അപ്പൊ ബർസ ഓഫ് ഫാബ്രീഷ്യസ്, ബർസ ഓഫ് ചിക്കൻ, അതുപോലെ തൈമസ് ആൻഡ് ബോൺ മാരോ, ഇത് മൂന്നുമാണ് പ്രൈമറി ലിംഫോഡ് ഓർഗൻ. അതിനുശേഷം പ്രൈമറി ലിംഫോഡ് ഓർഗനിൽ അത് ഉണ്ടാക്കി മെച്ചൂർ ആയതിനു ശേഷം അത് എന്ത് ചെയ്യും? ആ സെൽസിനെ സെക്കൻഡറി ലിംഫോഡ് ഓർഗൻസ് ആയ സ്പ്ലീന്, പേസ് പാച്ചസ്, ലിംഫ് നോഡ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക്
അപ്പൊ ആ അവിടെ വെച്ചിട്ടാണ് അതാണ് സെക്കൻഡറി ലിംഫോഡ് ഓർഗൻ ആണ് ഒരു യുദ്ധക്കളം അല്ലെങ്കിൽ ഒരു 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 വാർ സോൺ ആയിട്ട് ആക്കിയത്. കാരണം അങ്ങോട്ട് ഈ ലിംഫോസൈറ്റ്സ് വരും, അതുപോലെ നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സെൽസ് പത്തോജൻസും അങ്ങോട്ട് വരും. അവിടെയാണ് യുദ്ധക്കളം, അവിടെയാണ് ആ ഇനിഷ്യൽ പറഞ്ഞ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആ ഫൈറ്റ് നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ട് സെക്കൻഡറി ഇമ്മ്യൂൺ ഓർഗൻസ് വെച്ചിട്ടാണ് നടക്കുന്നത്. സോ ബർസ ഓഫ് ചിക്കൻ, തൈമസ് ആൻഡ് ബോൺ മാരോ ആർ ദി പ്രൈമറി ലിംഫോഡ് ഓർഗൻ. സ്പ്ലീനും പേയേഴ്സ് പാച്ചസ് ഒക്കെ സെക്കൻഡറി ലിംഫോഡ് ഓർഗൻ. അപ്പൊ പ്രൈമറി ആയിട്ടുള്ള ആൻസർ 1, 2 ആൻഡ് 5. 1, 2 ആൻഡ് 5 ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ലിംഫോഡ് ഓർഗൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി റോങ് വൺസ്. അടുത്തത് ലിംഫോഡ് ഓർഗൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് റോങ് വൺ ഏതാണ് പറയാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, primary lymphoid organs are the site where immune response are initiated. Second statement is secondary lymphoid organs are the site where lymphocytes are produced and mature. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ എന്തായിരുന്നു, അത് രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതായത് പ്രൈമറി ലിംഫോഡ് ഓർഗൻസിലാണ് ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെച്ചുർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈമറി. പ്രൈമറി ലിംഫോഡ് ഓർഗൻസ് ഉണ്ടായാലേ അത് ഉണ്ടാവുള്ളൂ. പിന്നെ സെക്കൻഡറി ലിംഫോഡ് ഓർഗൻസിന്റെ കാര്യം പറയാനല്ല, പ്രൈമറി ലിംഫോഡ് ഓർഗൻസിലെ ഇത് സാധനം ഉണ്ടാവുള്ളൂ അല്ലെ. സെക്കൻഡറി ലിംഫോഡ് ഓർഗൻസിലാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഫൈറ്റ് നടക്കുന്ന, അല്ലെങ്കിൽ ഫാഗോസൈറ്റ് സെൽസിനെ കൊല്ലുന്ന, ഈ പറഞ്ഞ പത്തോജൻസിനെ കൊല്ലുന്നത് എവിടെ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് സെക്കൻഡറി ലിംഫോഡ് ഓർഗൻസിനെ വെച്ച്. അപ്പൊ അത് രണ്ടും തിരിഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബോത്ത് ആർ ഫോൾസ്. അടുത്ത 3, ബർസ ഓഫ് ഫാബ്രീഷ്യസ് ഇസ് സെക്കൻഡറി ലിംഫോഡ് ഓർഗൻ. അതും തെറ്റാണ്. നമ്മൾ പറഞ്ഞുള്ളൂ ബർസ ഓഫ് ഫാബ്രീഷ്യസ് ചിക്കനിലെ ഒരു പ്രൈമറി ലിംഫോഡ് ഓർഗൻ അല്ലെ. അടുത്തത്, അപ്പൊ അത് തെറ്റാണ്. തൈമസ് ഈസ് സ്മോളർ ഇൻ ചിൽഡ്രൻ ദാൻ അഡൽട്സ്. അതും അടുത്ത ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. തൈമസ് എന്ന് പറയുന്ന ഒരു ലിംഫോഡ് ഓർഗൻ ആണ്. തൈമസിന്റെ പ്രത്യേകത, ചിൽഡ്രനിൽ അത് നല്ല സൈസ് ആയിരിക്കും, പക്ഷെ ആസ് ദ ചൈൽഡ് ബിക്കം അഡൽട്ട് അതിങ്ങനെ വളർന്നുകൊണ്ട് വരുമ്പോഴും എന്ത് സംഭവിക്കും, ആ തൈമസ് പതുക്കെ അട്രോഫി സംഭവിക്കും അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്ത് അഡൽറ്റിൽ വളരെ ചെറുതായിരിക്കും തൈമസ്. ബർസ അതുപോലെയാണ്. ഒരു 4 to 6 വീക്കിലൊക്കെ കംപ്ലീറ്റ് നല്ല ഡെവലപ്മെന്റ് ആവും. പിന്നെ എന്ത് ചെയ്യും, പതുക്കെ റിഗ്രസ് ചെയ്ത് അഡൽറ്റിൽ വളരെ ചെറുതായിട്ട് കാണത്തുള്ളൂ ബർസ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ബർസയും തൈമസും അങ്ങനെ അട്രോഫൈഡ് ആവുന്ന അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യുന്ന ഓർഗൻസ് ആണ്. അപ്പൊ അത് യങ് വൺസിലായിരിക്കും കുറച്ചും കൂടെ വലുത് വരുന്നത്, അഡൽറ്റിൽ ചെറുതായിരിക്കും. അപ്പൊ ഇത് തെറ്റാണ്. തൈമസ് സ്മോളർ ഇൻ ചിൽഡ്രൻ അല്ല, ലാർജർ ഇൻ ചിൽഡ്രൻ ആണ്. അപ്പം ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ബോൺ മാരോ ഇസ് ദ സൈറ്റ് ഓഫ് ഇമ്മ്യൂൺ സെൽ പ്രൊഡക്ഷൻ ഇൻ മാമൽസ്. അത് കറക്റ്റ് ആണ്. ബോൺ മാരോ ആണ് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാ സെൽസ് തുടക്കം ബോൺ മാരോയിലെ ഹെമറ്റോപോറ്റിക് സ്റ്റെം സെൽസ് അല്ലെ, HSC എന്ന് പറയുന്ന അവരാണ് ബോൺ മാരോ ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള സെൽസ് ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സെൽസും അതുപോലെ ബ്ലഡ് സെൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 5th സ്റ്റേറ്റ്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാം ഫോൾസ് ആണ് അല്ലെ. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ 1, 2, 3 ആൻഡ് 4. ഡി ആണ് കറക്റ്റ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ ഷുഡ് ബി ഇമ്പോർട്ടന്റ്. കാരണം ഇതൊക്കെ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കും, വായിക്കും, റിവൈസ് ചെയ്യും. അപ്പം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്വസ്റ്റ്യൻസിന് മിക്കവാറും റോങ് വൺസ് ഏതാ കറക്റ്റ് വൺസ് ഏതാന്ന് ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ തന്നെ ഞാൻ ചോദിക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾ ചിലപ്പോൾ രണ്ടും തരുമോ അവര് ആൻസറിൽ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു റോങ് വൺസ് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് റൈറ്റ് വൺസും റോങ് വൺസും അവർ ഓപ്ഷനിൽ കാണും. അപ്പൊ നമ്മുടെ ഒരു മനസ്സിന്റെ ടെൻഡൻസി അനുസരിച്ച് നമ്മൾ എപ്പോഴും റൈറ്റ് വൺസ് ഏതാന്ന് നോക്കിയിട്ട് അത് ടിക്ക് ചെയ്യും. അത് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ റോങ് വൺസ് ആണ് ചോദിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എപ്പോഴും വായിക്കുക. അത് നമ്മുടെ ഒരു ഏത് എക്സാം ആണെങ്കിലും ഒരു വളരെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ വളരെ വൃത്തിയായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ എന്താണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് വരുത്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യം ചെയ്യണം. കാരണം നിങ്ങളുടെ ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു ഫാക്ടർ അല്ലായിരിക്കും ഒരുമാതിരിപ്പെട്ടത് ടൈം. പക്ഷെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ടൈം ഒപ്റ്റിമം അല്ല കൂടുതലൊന്നും കിട്ടില്ല. നന്നായിട്ട് ഒരു പ്രിപ്പയർ ചെയ്യുന്ന പോകുന്ന ആൾക്ക് അപ്പൊ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യന് 90 മിനിറ്റ്സ് ആണ്, 1.5 മണിക്കൂറാണ്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു അരമണിക്കൂർ നിലനിൽക്കുക, ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ് തന്നെ, ലാസ്റ്റ് 30 മിനിറ്റ്സ് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് ആ ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ് യു ഹാവ് ടു റിവൈസ്. കാരണം ഈ ഒരു നമ്മുടെ പെൻ ആൻഡ് പേപ്പർ, നമ്മുടെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ OTT സോറി ഈ നമ്മുടെ OMR ഷീറ്റിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ വൺസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മാറ്റാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം CBTയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് അത് തിരുത്താം അല്ലെ. നമുക്കപ്പം അതൊക്കെ ഇപ്പോഴത്തെ കളറിലൊക്കെ കാണും. നിങ്ങൾക്ക് എപ്പോഴും ഒരു മോഡൽ ചെയ്ത് എക്സാമിന് മുമ്പായിട്ട് മോഡലൊക്കെ നിങ്ങൾക്ക് കിട്ടും, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമുള്ള ക്വസ്റ്റ്യൻസ് കാണും അല്ലെ. അപ്പൊ ആ സംശയമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ
മാർക്ക് ഫോർ റിവ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കുക, വേറെ കളറിലൊക്കെ കാണും. അപ്പൊ അടുത്ത നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ കളറിലുള്ള, കാരണം മിക്കവാറും പച്ച കളറിലായിരിക്കും നമ്മൾ കൺഫേം ആയിട്ട് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ, അത് നമുക്ക് ഇനി രണ്ടാമത് നോക്കേണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള. പിന്നെ ബാക്കി മാർക്ക് ഫോർ റിവ്യൂ, അതായത് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഇങ്ങനെ റൈറ്റ് സൈഡിൽ വേറെ കളറിൽ കാണും. അപ്പൊ നമ്മൾ പിന്നെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കളർ വെച്ചിട്ട് ഇനിയൊക്കെ ഏതാ ഉറപ്പായി നമുക്ക് നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഏതാ നമുക്ക് അങ്ങനെ റീഡയറക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ ഒരു ഗുണമാണ്. അപ്പൊ ആ ലാസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്താൽ മാറിപ്പോകും. നമുക്കിപ്പോ ഈ മാത്സ് ഫോളോയിങ് ഒക്കെ സിമ്പിൾ ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ ബി ആയിരിക്കും, പക്ഷെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ സംഭവം അശ്രദ്ധ കൊണ്ട് എന്തുകൊണ്ട് സി ആയി പോയി. അപ്പൊ ഒന്ന് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ലാസ്റ്റ് 30 മിനിറ്റ്സിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100 ചിലപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ പതുക്കെ വർക്ക് ചെയ്ത് വരുന്നവർ എക്സാമിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇനിഷ്യേറ്റ് ചെയ്ത് വരുന്നവർ റെസ്പോൺസ് ഒക്കെ, പിന്നെ രണ്ടാമത് ഒന്നുകൂടെ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒന്നുകൂടെ കത്തും. ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം, എത്രത്തോളം അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽറ്റി ലെവൽ വെച്ചിട്ടിരിക്കും. അതായത് നിങ്ങൾ നോക്കുക, നിങ്ങൾ ആദ്യം ഒരു വാല്യൂ വെച്ച് ചെയ്യേണ്ടി വരും, ഇത് ഈ എക്സാം പാടാണോ അല്ലെങ്കിൽ ഈസി ആണോ. സോ ഈ ഫോർ എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഡിഫിക്കൽട്ട് ആയിട്ട് എക്സാമിന് നിങ്ങൾക്ക് റിസ്ക് എടുത്ത് തന്നെയാണ്. കാരണം കുറെ റിസ്ക് എടുത്താൽ, അതായത് റിസ്ക് എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷനിൽ ചിലപ്പോൾ 2 എണ്ണം അറിയാം, ബാക്കി 2 എണ്ണം അറിയില്ല, 2 എണ്ണത്തിൽ ഏതോ ഒന്നാണ് ശരിയെന്ന് അറിയാം. അപ്പൊ റിസ്ക് എടുത്ത് തന്നെയാണ് നമുക്ക് പോസിറ്റീവിടെ മാർക്ക് കിട്ടും, 1 മാർക്ക്. ഓക്കെ, ഇനി ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിവിടെ റിസ്ക് വളരെ കോഷ്യസ് ആയിട്ട് വേണം. കാരണം നിങ്ങൾ ഓർക്കുക, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആൾക്കാർ ചിലപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ മണ്ടത്തരത്തിനും അല്ല ഓരോ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനും അഡീഷണൽ ആയിട്ട് മാർക്ക് അവിടെ പോവാണ്. അപ്പം ആ ഒരു അപ്രോച്ച് ആയിരിക്കും നിങ്ങൾ നടത്തേണ്ടത്, ബേസ്ഡ് ഓൺ അത് ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് നിലവിൽ ഇതിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ അപ്പൊ ആൻസർ ഈ പറഞ്ഞ 1, 2, 3 and 4, കാരണം റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക, റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഇത് ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി, ഇപ്പൊ ഈ കാര്യമാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തോ പറഞ്ഞു എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ആ വേർഡിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കണം. ആക്റ്റീവ് മീൻസ് വി ആർ ഡൂയിങ് സം വർക്ക് അല്ലെ. പാസീവ് എന്ന് വെച്ചാൽ നമ്മൾ അത്ര ഇതായിട്ട് ചെയ്യുന്നില്ല. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾ ആന്റിബോഡി പ്രൊഡക്ഷൻ എടുക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്റിബോഡി, നമ്മുടെ ബോഡി തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു വേറെ അപ്പൊ അതിനെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മളായിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ആരോ ഓൾറെഡി ഉണ്ടാക്കിയ ആന്റിബോഡി, പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡി നമ്മൾ ജസ്റ്റ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനിയിപ്പോ രണ്ടായിട്ട് തിരിച്ച് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, അതായത് നമ്മൾ തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 2 മെത്തേഡ് ഉണ്ട്. നാച്ചുറലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആർട്ടിഫിഷ്യലി എന്തെങ്കിലും സോഴ്സ് നമ്മളിലേക്ക് കുത്തിവെച്ചിട്ട് അതിനുശേഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരിക, അപ്പൊ ഇൻഫെക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെതിരെ നമ്മൾ തന്നെ, അത് നാച്ചുറലി നമുക്ക് ശരീരത്തിൽ നമ്മൾ പുറത്തുനിന്ന് കുത്തിവെക്കുന്നതല്ല ഇൻഫെക്ഷൻ അല്ലേ. അപ്പൊ അത് നമ്മൾ നാച്ചുറലി അതിനെതിരെ നമ്മൾ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലും നമ്മൾ തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ, നമ്മുടെ വാക്സിൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, അതായത് പുറത്തുനിന്ന് ഒരു സാധനം നമ്മൾ ആർട്ടിഫിഷ്യലി കുത്തിവെക്കുകയാണ്. അപ്പൊ വാക്സിൻ എന്താണ്, വാക്സിൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ റേബീസ് വാക്സിൻ എന്ന് വെച്ചാൽ റേബീസിന് തന്നെ പത്തോജന വീക്കെൻഡ് ഫോമിൽ റാബീസ് വൈറസ് നമ്മൾ കുത്തിവെക്കും. അപ്പൊ വീക്കെൻഡ് ഫോമിൽ കുത്തിവെച്ചതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ വീക്കെൻഡ് ഫോമിൽ ആയതുകൊണ്ട് അത് നമുക്ക് റേബീസ് ആ അസുഖം കോസ് ചെയ്യത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനെതിരെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ അത് സഹായിക്കും, അതിനെതിരെ പ്രതികരിക്കാനായിട്ട്. അപ്പൊ അതാണ് വാക്സിൻ. അപ്പൊ വാക്സിൻ ഒരു പുറത്തുനിന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ആണ്. അതുകൊണ്ട് അത് വെച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ അതിനെതിരെ ആന്റിബോഡി നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡി ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ മേടിക്കുകയാണ്. അപ്പം അത് തന്നെ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ എന്ന് വെച്ചാൽ നാച്ചുറലി നമുക്ക് കിട്ടുക, അതായത് ഈ പറഞ്ഞ അമ്മയിൽ നിന്ന് കൊളസ്ട്രോം വഴിയോ അല്ലെങ്കിൽ പ്ലാസന്റെ വഴിയോ അമ്മയിൽ നിന്ന് ഓൾറെഡി ഉണ്ടാക്കിയ ആന്റിബോഡി നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമ്മളിപ്പോ പോൾട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ചിക്സിനൊക്കെ, ചില ചിക്സ് ഒക്കെ ഒരു പരിധി, ഒരു പീരീഡ് ഓഫ് ഇത് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ചില ഡിസീസിന് അഫക്റ്റഡ് ആകുന്നത്. ഇപ്പൊ IBD, ഇൻഫെക്ഷൻ ബർസൽ ഡിസീസ് എടുക്കുക. ഇൻഫെക്ഷൻ ബർസൽ ഡിസീസ് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടേ അഫക്റ്റഡ് ആവുള്ളൂ. കാരണം ഒരു റീസൺ ആ ഒരു പീരീഡിലാണ് ബർസ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. രണ്ടാമത്തെ റീസൺ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ ചിക്കന്റെ മദർ ഓൾറെഡി വാക്സിനേറ്റഡ് ആണെങ്കിൽ ഓൾറെഡി അതിന്റെ ആന്റിബോഡീസ് എന്ത് കാണും, ചിക്സിനും കൊടുക്കും അല്ലെ. ചിക്സിനും കൊടുത്താൽ അപ്പം ഒരു പരിധി വരെ, ജനിച്ച ആദ്യത്തെ 2 വീക്ക് വരെ IBDക്ക് എതിരെയുള്ള ആന്റിബോഡി
ചിക്കന്റെ ശരീരത്തിൽ കാണും അമ്മ കൊടുക്കുന്നത്. പക്ഷെ അതിന് ശേഷം എന്ത് ചെയ്യും, ആന്റിബോഡി വിൽ ബി സ്റ്റാർട്ടിങ് വെയിനിങ്, അതായത് ആന്റിബോഡി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ആ സമയത്ത് ഒരു അസുഖം കയറി പിടിച്ചാൽ ചിക്സിന് അഫക്റ്റഡ് ആവും. പക്ഷെ അതിനു മുമ്പ് അസുഖം പിടിച്ചാൽ ചിക്സ് അഫക്റ്റഡ് ആവില്ല. കാരണം അതിനെതിരെ എന്തുണ്ട്, അതിനെതിരെ അമ്മ കൊടുത്ത ആന്റിബോഡി അതിന്റെ ശരീരത്തിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. അടുത്ത ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി, അതായത് പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡി നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കുത്തിവെക്കുകയാണ്. അത് എപ്പോഴും ഇപ്പം ആന്റിവെനം അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അത് വെനം, നമ്മളൊരു വെനമസ് ആയിട്ടുള്ള സ്നേക്ക് കടിച്ചു, അപ്പൊ അത് കടിച്ചാൽ പിന്നെ നമ്മൾ വാക്സിൻ കൊടുത്ത് നമ്മൾ അതിന്റെ റെസ്പോൺസ് നോക്കിയിരിക്കാനുള്ള സമയമില്ല. അതിന് ഒരു കുറച്ച് റെസ്പോൺസ്, ഒരു ടൈം എടുക്കും ആന്റിബോഡി പ്രൊഡക്ഷൻ. പക്ഷെ ആ സമയത്തുള്ള ആള് മരിച്ചു പോകും അല്ലെ. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസ്പോൺസ് വേണ്ട അവസരങ്ങളാണ് അതൊക്കെ. അതായത് ഈ പാമ്പിനെതിരെയുള്ള ആന്റിബോഡീസ് അടങ്ങിയിട്ടുള്ള സെറം ഉണ്ട് അല്ലെ, സെറം ആയിരിക്കും കുത്തിയത്. അപ്പൊ ആ സെറത്തിൽ ആന്റിബോഡി ഉണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ മെയിൻ ആയിട്ട് എന്താ, നമ്മുടെ കോബ്ര, ന്യൂറോടോക്സിക് ആയിട്ടുള്ള കോബ്ര, ക്രൈറ്റ്, അത് കാണും. നമ്മുടെ കിങ് കോബ്രയുടെ ബൈറ്റ് ഭയങ്കര റയർ ആണ്, ഇത് ഭയങ്കര അത്ര ബൈറ്റ് നോർമൽ അല്ല. പിന്നെ വൈപ്പർ, നമ്മുടെ ഹീമോടോക്സിക് ആയിട്ടുള്ള വൈപ്പർ, വൈപ്പർ തന്നെ ഒന്ന് രണ്ട് സ്പീഷീസ് മെയിൻ ആയിട്ടുണ്ട്. അണലി അല്ലെ, അണലിയും മറ്റേ ന്യൂറോടോക്സിക് ആയുള്ള ശംഖുരേനും അതുപോലെ മൂർഖനും. അപ്പൊ ഇതിന്റെയൊക്കെ പോളിവാലന്റ് സെറം ആയിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. കാരണം നമുക്ക് ചിലപ്പോൾ കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ പറയും ബൈറ്റ് മാർക്കൊക്കെ വെച്ചിട്ടൊക്കെ പറയാമെങ്കിലും കറക്റ്റ് ആയിട്ടൊന്നും, ഈ കറക്റ്റ് മൂർഖന്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് കറക്റ്റ് ഫാങ് മാർക്ക് കാണും. പക്ഷേ ഈ ശംഖുരേന്റെ ക്രേറ്റിന്റെ ഒക്കെ കേസിൽ ചിലപ്പം ഇതേ കാണിക്കത്തില്ല. ചിലപ്പോൾ ബൈറ്റ് മാർക്ക് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വൈപ്പറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബൈറ്റ് ചെയ്ത സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഹീമോടോക്സിക് ആണ്. അപ്പൊ അവിടെ ചെന്ന് ബ്ലഡ് കട്ട് നല്ല നീര് വല്ലതും എന്തായാലും വൈപ്പറിന്റെ ബൈറ്റ് സൈറ്റിൽ കാണും. അപ്പൊ ആ അവസരത്തിൽ നമ്മൾ കുത്തിവെക്കുന്നതാണ് ആന്റിവെനം. നേരെ ഓൾറെഡി പ്രീഫോംഡ് അസെറം, അതിനെതിരെ ആന്റിബോഡിയാണ് നമ്മൾ കുത്തിവെക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ റേബീസിന്റെ കേസിൽ ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ഇപ്പൊ റേബീസ് നമ്മളെ ഇപ്പൊ പട്ടി വെറുതെ നമ്മുടെ ഇൻഡയറക്റ്റ് റേബീസ് ഉള്ള ഇത് നക്കുകയാണ്, നമ്മുടെ സ്കിന്നിൽ നക്കുകയാണ്, നമ്മുടെ ബ്ലഡ് ഒന്ന് പൊടിയുന്നത്, അതൊക്കെ കാറ്റഗറി 1 ഒക്കെ വരുന്നത്. പക്ഷെ കാറ്റഗറി 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബ്ലഡ് നമ്മുടെ കയ്യിലെ സ്കിന്നിന് ഇത് വിള്ളൽ ഉണ്ടായിട്ട് അതിനുള്ള ബ്ലഡും നമ്മുടെ റേബിസിന്റെ ഡോഗിന്റെ സലേവയായിട്ട് ഒരു എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി 3 ആയി. അത് കുറച്ചും കൂടെ റിസ്ക് ആണ് അല്ലേ. അപ്പൊ റേബീസ് വൈറസ് ഒരു പെർട്ടിക്കുലർ സ്പീഡ് എഫക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്പീഡ് ഈ അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ നെർവ് വഴി അത് ബ്രെയിനിലെത്തും. അപ്പൊ അതിൽ നിന്നൊരു സ്പീഡ് അല്ലേ, നമ്മൾ റേബീസ് പഠിച്ചു പറഞ്ഞു എത്രയോ 3 കിലോമീറ്റർ എത്രയോ അവറോ, അതിനകത്ത് ഒരു അവർ പറയുന്നുണ്ട്, ഒരു സ്പീഡ് പറയുന്നുണ്ട്. അപ്പം അതനുസരിച്ച് പോകും. അപ്പൊ അതിന് മുമ്പേ നമ്മൾ അതിന്റെ ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആ അവസരത്തിൽ നമ്മൾ വാക്സിൻ കൊടുക്കാൻ നിൽക്കില്ല. ആ ഒരു കാറ്റഗറി നമ്മൾ ഇതുപോലെ തന്നെ റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ, റാബിസ് ആന്റിബോഡി ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പാസീവ് ആൻഡ് ആക്റ്റീവ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പൊ ഇതിനകത്ത് നാച്ചുറൽ ആണെങ്കിൽ റിക്കവറി ഇൻഫെക്ഷൻ ഡിസീസ്, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വാക്സിനേഷൻ, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി കൊളസ്ട്രോൾ ആന്റിബോഡീസ് ഫ്രം മദർ, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആന്റിവെനം അഡ്മിനിസ്ട്രേഷൻ. സോ നേരെയാണ് A1 B2 C3 D4. നമ്മള് ഹ്യൂമർ ലാൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി is mediated by antibodies, specialized protein produced by B lymphocytes that have matured into plasma cells. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഓൾറെഡി പറഞ്ഞത് ആന്റിബോഡീസ് മീഡിയേറ്റ് ചെയ്യുന്നത് അല്ലെ, ആന്റിബോഡീസ് എവിടെ കാണുന്നത്, സെറം അല്ലെങ്കിൽ ബ്ലഡിലാണ്. ബ്ലഡുമായിട്ട് റിലേറ്റഡ് ഹ്യൂമർ അല്ലേ, ഹ്യൂമർ മീൻസ് ബ്ലഡ്. അപ്പൊ ഹ്യൂമർ ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ സെൽസ് മീഡിയേറ്റ് ചെയ്യുന്ന ടി ലിംഫോസൈറ്റ്സ് മീഡിയേറ്റ് ചെയ്യുന്നതാണ്. ഹ്യൂമർ ഇമ്മ്യൂണിറ്റി ആണ് ബി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ആന്റിബോഡി മീഡിയേറ്റഡ് വരുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഹ്യൂമർ ഇമ്മ്യൂണിറ്റി ഈസ് പ്രൈമർലി ഡിഫറെന്റ് ബൈ ടി സെൽസ് ഈസ് എ ക്രിട്ടിക്കൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഫോർ ടാക്ലിംഗ് ത്രെറ്റ്സ് ഇൻസൈഡ് ഓഫ് സെൽസ്. അതും തെറ്റാണ്. കാരണം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് ടി സെൽസ് വഴി ഡ്രിവൺ ചെയ്തത്. ഓക്കെ, അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് ഇൻട്രാ സെല്ലുലാർ പത്തോജൻസിനെതിരെ പ്ലേ ചെയ്യുന്നത്. അതായത് സെല്ലിനകത്ത് ഇൻട്രാ സെല്ലുലാർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അടുത്ത ഹ്യൂമർ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ദ സെൽസ് ഇന്റർ സെല്ലുലാർ പത്തോജൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കുക. അപ്പൊ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് മെയിൻ ടാർഗറ്റ്സ് ഫോർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആർ ഇൻട്രാ സെല്ലുലാർ അല്ലെ, സെൽ എന്ന് വെച്ചാൽ ഇൻസൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഇൻട്രാ സെല്ലുലാർ കറക്റ്റ് ആണ്. അടുത്ത മെയിൻ ടാർഗറ്റ്സ് ഫോർ ഹ്യൂമർ ഇമ്മ്യൂണിറ്റി ആർ ഇന്റർ സെല്ലുലാർ പത്തോജൻസ്, ഇന്റർ സെല്ലുലാർ ബിറ്റ്വീൻ സെൽസ്, അതും കറക്റ്റ് ആണ്. അടുത്ത ടി ഹെൽപ്പർ സെൽസ് CD4 സെൽസ് ആൻഡ് സൈറ്റോടോക്സിക് ടി സെൽസ് CD8+ ആർ ദി മെയിൻ കമ്പോണൻസ് ഓഫ് ഹ്യൂമർ ഇമ്മ്യൂണിറ്റി. അടുത്ത മിസ്റ്റേക്ക് ആണ് ഹ്യൂമർ ഇമ്മ്യൂണിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലഡിൽ കാണുന്നത് അല്ലെ, അത് ബി ലിംഫോസൈറ്റ്സ് ആന്റിബോഡീസ് ആണ്. ഈ ടി സെൽസ് അല്ലെ, ടി ലിംഫോസൈറ്റ്സ് വരുന്ന സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് അല്ലെ, 1, 2, 5 ഇൻകറക്റ്റ് ആണ്. സോ ആൻസർ ഇസ് സി. അടുത്ത മാച്ച് ദ ഫോളോയിങ്. നമുക്ക് ഇത് വേണമെങ്കിൽ ചോദിക്കാം, ആന്റിബോഡീസ് ഒന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ ഇമ്മ്യൂണിറ്റി കാര്യം പറയുന്നുണ്ട്.
സോ ഇമ്മ്യൂണിറ്റിയിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ബേസിക് പ്ലേ നടത്തുന്ന ആന്റിബോഡീസ് ആണ് അല്ലെ. IG എന്താണ് IG? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് അല്ലെ. ബേസിക്കലി ആന്റിബോഡിയുടെ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബോഡി ഒരു ഷുഗർ ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, ആന്റിബോഡി ലിപ്പിഡ് ആണോ, ആന്റിബോഡി ഒരു പ്രോട്ടീൻ ആണോ? ആന്റിബോഡി ഈസ് എ പ്രോട്ടീൻ അല്ലെ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്, ഗ്ലോബുലിൻസ് ആണ് അല്ലെ. നമ്മുടെ സെറം പ്രോട്ടീൻ ആണ്, സെറത്തിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ആണല്ലേ ഗ്ലോബുലിൻ. അപ്പൊ അതിനകത്ത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് IG എന്ന് പറയുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ A, IgE, IgM, IgG. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. IgE അങ്ങനെ ബ്ലഡ് നമ്മളെ ഹെമറ്റോളജി പഠിച്ച് പറഞ്ഞ പോലെ ഇയോസിനോഫിൽസ് അല്ലെ, ഈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇയോസിനോഫിൽസ് ആണ് മെയിൻ ആയിട്ട് അലർജി, പാരസൈറ്റിക് ഇൻഫെക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി അങ്ങനത്തെ ഉള്ള റിയാക്ഷനിൽ കാണുന്നത്. അതുപോലെ തന്നെ അപ്പൊ IgE ഇയോസിനോഫിലിന്റെ അത് ഓർക്കാൻ പറഞ്ഞാണ്, അല്ല ഇയോസിനോഫിലുമായിട്ട് ഈക്ക് ബന്ധമില്ല ഇതിനകത്ത്. അപ്പം IgE ആണ് മെയിൻ ആയിട്ട് അലർജി, പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ വരുന്ന കൂടുതലായിട്ട് വരുന്ന ഇൻവോൾവ് ചെയ്യുന്ന ആന്റിബോഡി. അടുത്ത IgA എന്ന് പറയുന്ന സെക്രീറ്ററി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സെക്രീഷൻ ആണ്, സെക്രട്ടറി ആന്റിബോഡി. നമ്മുടെ ബേസിക് സെക്രീഷൻസ് അവയിലും മിൽക്കിലും ഒക്കെ കാണുന്നത് ഇതാണ് സെക്രട്ടറി ആന്റിബോഡി IgA ആണ്. പക്ഷെ കൺഫ്യൂഷൻ വരല്, സെറത്തിൽ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന IgG ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് IgM, അതായത് നമ്മുടെ ഒരു ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ പ്ലേയിൽ ഫസ്റ്റ് വരുന്ന പ്രൈമറി ആന്റിബോഡി എന്ന് പറയുന്നത് IgM ആണ്. അതുപോലെ തന്നെ ഹെവിയസ്റ്റ് ആന്റിബോഡി എന്ന് പറയുന്നത് IgM ആണ്. അപ്പൊ ഞാൻ ഓർത്ത് വെച്ചിരുന്നത് IgM, അതിനകത്ത് പ്രൈമറി IgM, പ്രൈമറിക്കകത്ത് M ഉണ്ട്. അപ്പൊ അതാണ് പ്രൈമറി ആന്റിബോഡി IgM ആണ്. അതുപോലെ ഹെവിയസ്റ്റ് ആന്റിബോഡി നമ്മൾ ഓർക്കുന്ന ഇപ്പൊ മെഗാ സൈസ്, മെഗാ വലിയ എന്നുള്ള അർത്ഥം പറഞ്ഞ അപ്പൊ അതിനകത്ത് M ഉണ്ട്. അപ്പൊ അതിനകത്ത് IgM, അങ്ങനെ IgM ആണ് ഹെവിയസ്റ്റ് ആന്റിബോഡി അല്ലെങ്കിൽ പ്രൈമറി ആന്റിബോഡി എന്ന് പറയുന്നത്. അതാണ് ആദ്യം വരുന്നത്. അതിനുശേഷമാണ് സെക്കൻഡറി ആന്റിബോഡി ആയിട്ടുള്ള IgG വരിക. IgG ആണ് സെക്കൻഡറി ആന്റിബോഡി. അതുപോലെ മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി ഇൻ സെറം, ബ്ലഡിൽ അല്ലെങ്കിൽ സെറത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആന്റിബോഡി IgG ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ IgA, A for B1 C2, A for B1 C2 അല്ലെ. ആ ഓപ്ഷൻ D ആണ്. അത് വേണമെങ്കിൽ ചോദിക്കാം. ആസ് എ മീഡിയം വിച്ച് ഓൾ ദി കെമിക്കൽ കമ്പോണൻസ് ആർ നോൺ ഈസ് കോൾഡ്. അപ്പൊ നമ്മൾ പഠിച്ചു, നമ്മൾ കൾച്ചർ മീഡിയ പഠിച്ചു അല്ലെ. കൾച്ചർ മീഡിയയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനകത്ത് എല്ലാ കമ്പോണൻസിനെ പറ്റി നമുക്ക് അതിന്റെ കോമ്പോസിഷൻ അതൊക്കെ അറിയാമെങ്കിൽ അതിനെ എന്താണ് ഡിഫൈൻഡ് മീഡിയ അല്ലെങ്കിൽ സിന്തറ്റിക് മീഡിയ എന്നാണ് വിളിക്കുന്നത്. ഇനിയിപ്പോ ചില കമ്പോണൻസിനെ നമുക്ക് അൺനോൺ ആണെങ്കിൽ അതിനെ കോംപ്ലക്സ് മീഡിയ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഇനി ഡിഫറൻഷ്യൽ മീഡിയം, എൻറിച്ച്മെന്റ് മീഡിയ. എന്താ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിൻ പഠിക്കുന്നത് അല്ലെ, ഗ്രാം സ്റ്റെയിൻ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയനെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, അതായത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻഷ്യൽ മീഡിയം. അതിപ്പോ മക്കോങ്കി അഗാർ എടുത്തു കഴിഞ്ഞാൽ ലാക്ടോസ് ഫെർമെന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയക്ക് ഒരു കളർ, മെറ്റബോളിസം വെച്ച് ഒരു കളർ വരും. ലാക്ടോസ് നോൺ ഫെർമെന്റേഴ്സിന് ഒരു കളർ വരും. അത് പിങ്കും യെല്ലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും അത്ര ഡീറ്റെയിൽ വേണ്ട. എന്നാലും ഒരു അഗാറിൽ തന്നെ ഡിഫറെന്റ് ഓർഗാനിസം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ ഡിഫറൻഷ്യൽ മീഡിയ. ഇനി എൻറിച്ച്മെന്റ് മീഡിയ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഏതെങ്കിലും ഒരു ബാക്ടീരിയക്ക് വേണ്ടി എൻറിച്ച് ചെയ്യാനുള്ള, അതിന്റെ ഗ്രോത്ത് കുറച്ചും കൂടെ കൂട്ടാനുള്ള എന്തെങ്കിലും സാധനം വെക്കാം. ഇനി നമ്മൾ സെലക്റ്റീവ് മീഡിയ പറയും. അപ്പൊ അതെന്താ, ഓരോ ബാക്ടീരിയക്ക് ഓരോ സെലക്റ്റീവ് മീഡിയ ഉണ്ട്. അതായത് ആ ബാക്ടീരിയനെ സെലക്റ്റീവ് ആയിട്ട് അതിന്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അതിനകത്ത് ഇൻഹിബിറ്റേഴ്സും കാണും അല്ലെ. എല്ലാ സെലക്റ്റീവ് മീഡിയ ഇൻഹിബിറ്റ്, അതായത് ആ ബാക്കിയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ ഒഴിവാക്കും. ഇപ്പൊ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലേക്ക് ഉള്ള സെലക്റ്റീവ് മീഡിയത്തിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കുള്ള ഇൻഹിബിറ്റേഴ്സും ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ടൈപ്പ് ഓഫ് മീഡിയ. അപ്പൊ ഇതിനകത്ത് മീഡിയം ഇൻ വിച്ച് ഓൾ ദി കെമിക്കൽ കമ്പൗണ്ട്സ് നോൺ ആണ്, എല്ലാ കെമിക്കൽ കമ്പൗണ്ട്സും നമുക്ക് അറിയാം, അതിന്റെ കോമ്പോസിഷൻ ഒക്കെ അറിയാമെങ്കിൽ അതിനാണ് ഡിഫൈൻഡ് മീഡിയ അല്ലെ സിന്തറ്റിക് മീഡിയ എന്ന് പറയാം. എനിക്ക് ചില കമ്പൗണ്ട്സിന്റെ അൺനോൺ ആണെങ്കിൽ അതിനെ കോംപ്ലക്സ് മീഡിയ ആണ്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് മീഡിയ is mainly used to detect bacterial motility. ബാക്ടീരിയൽ മോട്ടിലിറ്റി മെയിൻ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയ സെമി സോളിഡ് മീഡിയ ആണ്. സോളിഡ് മീഡിയം പറ്റില്ല, ലിക്വിഡ് മീഡിയം പറ്റില്ല. സെമി സോളിഡ് മീഡിയ ആണ് മെയിൻ ആയിട്ട് ബാക്ടീരിയൽ മോട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് ചോദിക്കാം, കൂടുതൽ നമ്പർ ഓഫ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്? അത് ലിക്വിഡ് മീഡിയ ആണ്. മോർ നമ്പർ ഓഫ് ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്യണമെങ്കിൽ അതിന് ലിക്വിഡ് മീഡിയ ആണ്. നമ്മൾ മെയിൻ ആയിട്ട് വെക്കുന്ന സോളിഡ് മീഡിയ അഗാറൊക്കെ അല്ലെ. നമ്മൾ ഈ കൾച്ചർ മീഡിയ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ അഗാറില്ലേ, EMB അഗാർ, മക്കോങ്കി അഗാർ, സാൽമോണല്ല ഷിഗല്ല അഗാർ, സിൻ അഗാർ, അങ്ങനെ പാൽക്കാം അഗാർ, കുറെ അഗാർസ് ഉണ്ട്. Okay. അപ്പം ഇത് സെമി സോളിഡ് മീഡിയ ആണ് ആൻസർ. ലിക്വിഡ് മീഡിയ വെച്ചാൽ ബ്രോത്ത്, അങ്ങനത്തെ സാധനം, കുറെ ബ്രോത്ത്. ഇത് കുറച്ച് ഈ ഡിഫറൻഷ്യൽ മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, നമ്മൾ മൂന്ന് എന്താന്ന് പറഞ്ഞു. ട്രാൻസ്പോർട്ട് മീഡിയ ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അതായത് നമുക്ക് ആക്ച്വലി ഇപ്പൊ ഒരു ബാക്ടീരിയ നമ്മൾ എടുത്തിട്ട് തൽക്കാലം നമ്മൾ ലാബ് വേറെയാണ്, ദൂരെയാണെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ തൽക്കാലം ഒരു മീഡിയത്തിൽ വെക്കണം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. അത് ബാക്കിയെല്ലാം നമുക്ക് കുറെ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ്. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മക്കോങ്കി അഗാറാണ്. മക്കോങ്കി അഗാർ ലാക്ടോസ് ഫെർമെന്റേഴ്സും ലാക്ടോസ് നോൺ ഫെർമെന്റേഴ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എൻറിച്ച്മെന്റ് മീഡിയ സെലനേറ്റ് എഫ് ബ്രോത്ത് എന്ന് സാൽമോണല്ലയുടെ എൻറിച്ച്മെന്റ് മീഡിയ ആണ്. സെലക്റ്റീവ് മീഡിയ മാനിറ്റോൾ സാൾട്ട് അഗാർ, MSA.
മാൻസോൾ സാൾട്ട് എന്ന് വെച്ചാൽ സ്റ്റാഫ് ഓറിയസിന്റെ സ്റ്റഫൈലോകോക്കസ് ഓറിയസിന് ചെറിയ സോൾട്ട് ലവിങ് ആണ്. അതായത് ഒരു 5 to 7.5 സോഡിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ അതിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യും. അപ്പം സോൾട്ട് ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ അങ്ങനെ ചോദിക്കുക സ്റ്റഫൈലോകോക്കസ് അല്ലെ. സ്റ്റഫൈലോകോക്കസിന്റെ സെലക്ടീവ് മീഡിയ ആണ് മാനിറ്റോൾ സാൾട്ട് അഗാർ MSA. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഡിഫറൻഷ്യൽ മീഡിയ A1B3C2D4 A1B3C2D4 ഓപ്ഷൻ സി ആണ് ആൻസർ. ജനറലി യൂസ് ഫോർ സ്റ്റെറിലിറ്റി ചെക്കിംഗ് ഓഫ് ബാക്ടീരിയൽ മീഡിയ. നമ്മൾ സ്റ്റെറിലിറ്റി ചെക്കിംഗ് ഓൾറെഡി പഠിച്ചല്ലേ. സ്റ്റെറിലിറ്റി ചെക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓരോ ബാക്ടീരിയൽ മീഡിയ ഉണ്ടാക്കിയാലും നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ തരാം നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയാൽ അത് സ്റ്റെറൈലാണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് അല്ലേ. ഒരു പർട്ടിക്കുലർ ബാക്ടീരിയക്ക് വേണ്ടിയുള്ള മീഡിയ ആണ്. അപ്പൊ അതിനകത്ത് അതല്ലാതെ വേറെ ഏതെങ്കിലും ബാക്ടീരിയലോ ഫംഗൽ കണ്ടാമിനേഷൻ ഒന്നും വരുത്തില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനെന്താ ചെയ്യാം? നമ്മൾ ആ ഒരു മീഡിയ ഉണ്ടാക്കിയിട്ട് ആ മീഡിയന്റെ ഒരു സ്കൂപ്പോ അതുപോലെ ലൂപ്പ് വെച്ച് ബാക്ടീരിയൽ ലൂപ്പ് വെച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പർട്ടിക്കുലർ മീഡിയ സ്റ്റെറിലിറ്റി ഉണ്ടാക്കി ചെക്ക് ചെയ്യുന്ന മീഡിയയിലോട്ട് വെക്കും. എന്നിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ട് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടോ അതിനകത്ത് എന്തെങ്കിലും ഡീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് മാറ്റം കാണും കോളനി ആയിട്ട് അല്ലെ. അപ്പൊ അതിനായിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന 2 സ്റ്റെറിലിറ്റി മീഡിയ ആണ് മെയിൻ ചെക്കിംഗ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് SCDM. ചിലപ്പോൾ ഷോർട്ട് ഫോം എല്ലാത്തിനും നോക്കുക അല്ലെ. നിങ്ങൾ ഇതിന്റെ തന്നെ മീഡിയത്തിന്റെ ഷോർട്ട് ഫോം അതുപോലെ ഇനി ഏജൻസീസ് ഒക്കെ വരുമ്പോൾ WHO അതിന്റെയൊക്കെ ഷോർട്ട് ഫോം അതൊക്കെ നമ്മൾ അതിന്റെ അബ്രീവിയേഷനും അതിന്റെ എക്സ്പാൻഷനും ഒക്കെ നോക്കി വെക്കണം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് SCDM അല്ലെ സോയാബീൻ കസീൻ ഡൈജസ്റ്റീവ് മീഡിയ അതുപോലെ തന്നെ ഫ്ലൂയിഡ് തയോഗ്ലൈക്കറ്റ് മീഡിയ ഈ 2 മീഡിയ ആണ് മെയിൻ ആയിട്ട് സ്റ്റെറിലിറ്റി ചെക്ക് ചെയ്യുന്നത്. അത് തന്നെ സ്പെസിഫിക്കലി SCDM ഈസ് ഫോർ എയറോബിക് ബാക്ടീരിയ ആൻഡ് ഫ്ലൂയിഡ് തയോഗ്ലൈക്കറ്റ് മീഡിയം ഫോർ അനേറോബിക് ബാക്ടീരിയ അല്ലെ. നമ്മളിപ്പോ വേണം ചോദിക്കാം, നമ്മൾ പഠിക്കുന്ന ബാക്ടീരിയയിൽ സ്ട്രിക്ട്ലി അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ അതായത് അനേറോബിക് കണ്ടീഷനിൽ അതായത് എയറിന്റെ പ്രസൻസിൽ അത് സർവൈവ് ചെയ്യാം, ഓക്സിജന്റെ പ്രസൻസ് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം. സ്ട്രിക്ട്ലി അനേറോബിക് ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അനേറോബിക് ബാക്ടീരിയക്കുള്ളതാണ് ഫ്ലൂയിഡ് അതിനെ സ്റ്റെറിലിറ്റി ചെക്കിങ്ങിനായിട്ടുള്ളതാണ് ഫ്ലൂയിഡ് തയോഗ്ലൈക്കറ്റ് മീഡിയം. അതുപോലെ തന്നെ എയറോബിക് ബാക്ടീരിയയുടെ ഈ സ്റ്റെറിലിറ്റി ചെക്കിങ്ങിനുള്ളതാണ് SCDM ഓർ സോയാബീൻ കസീൻ ഡൈജസ്റ്റീവ്. അടുത്ത കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ സ്റ്റോറേജ് ഓഫ് കൾച്ചർ മീഡിയ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി റോങ് വൺസ്. നമ്മൾ കൾച്ചർ മീഡിയ സ്റ്റോറേജിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിനകത്തുള്ള റോങ് വൺസ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ദ ടെമ്പറേച്ചർ സ്റ്റോറേജ് കണ്ടീഷൻ ഓഫ് കൾച്ചർ മീഡിയ ആൻഡ് ദി കമ്പോണൻസ് വേരി വൈഡ്ലി. അത് വൈഡ്ലി വേരി ചെയ്യും, ഓരോരുത്തർക്കും ഓരോ ടെമ്പറേച്ചർ ഈ പറഞ്ഞ ചെറിയ രീതിയിൽ വേരി ചെയ്യും. അത് കറക്റ്റ് ആണ്. ഓൾ പ്രിപ്പയർഡ് കൾച്ചർ മീഡിയ ആൻഡ് ദിയർ കമ്പോണൻസ് ഷുഡ് ബി സ്റ്റോർഡ് അവേ ഫ്രം ലൈറ്റ്. അത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ എപ്പോഴും ലൈറ്റ് സെൻസിറ്റീവ് ആയിരിക്കും അതിനകത്ത് ചില കമ്പോണൻസ് ഒക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡാർക്ക് ആയിട്ടുള്ള പരിസരത്ത് ലൈറ്റ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ് ഇല്ലാത്ത പറഞ്ഞ സ്ഥലങ്ങളിൽ വേണം അത് സ്റ്റോർ ചെയ്യാൻ. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. Hot, steamy media preparations are best suitable environments to store containers of kitchen media. ഹോട്ട് ആൻഡ് സ്റ്റീമി ഹ്യൂമിഡ് ആയിട്ടുള്ള ഇതിനകത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ തൊട്ടടുത്തുള്ള അഡ്ജസന്റ് ആയിട്ടുള്ള കോൾഡ് റൂംസ് ഒക്കെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ സ്റ്റോർ ചെയ്യാനുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അൺഓപ്പൺഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ ഓപ്പൺഡ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും മീഡിയ വളർത്താൻ തുടങ്ങിയ കണ്ടെയ്നേഴ്സും അല്ലെ. അപ്പൊ അത് രണ്ടും സ്റ്റോർ ചെയ്യുന്നത്. അൺഓപ്പൺഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ പുറത്ത് വെച്ചാൽ മതി. പക്ഷെ ഓപ്പൺഡ് ആയി നമ്മൾ അതിനകത്ത് മീഡിയ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ബാക്ടീരിയ വളർത്താൻ തുടങ്ങിയ മീഡിയ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെക്കുക. 4 to 6 ഡിഗ്രി സെൽഷ്യസ് വെക്കുക, 2 to 8 ഡിഗ്രി സെൽഷ്യസ് വെക്കുക. അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന രണ്ടും തെറ്റാണ്. അൺഓപ്പൺഡ് കണ്ടെയ്നേഴ്സ് 2 to 8 ഡിഗ്രി വെക്കണം എന്നാണ് പറയുന്നത്, തെറ്റാണ്. ഓപ്പൺ ആയിട്ട് കണ്ടെയ്നേഴ്സ് നമുക്ക് 15 to 20 ഡിഗ്രി റൂം ടെമ്പറേച്ചർ വെക്കാം. പ്രിപ്പയർഡ് പ്ലേറ്റ്സ് ഓഫ് കൾച്ചർ മീഡിയ അതും തെറ്റാണ്. അത് 2 to 8 ഡിഗ്രിയിലാണ് വെക്കുന്നത്. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഓക്കെ, 2 to 8 or 4 to 6 എന്നൊക്കെ പറഞ്ഞു ടെമ്പറേച്ചർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സോ ഏതൊക്കെയാണ് റോങ് വൺസ് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് റോങ് വൺസ്? 2, 3 and 5. 2, 4 and 5. 2, 4 and 5 are wrong. So answer is find out the wrong one. 2 അല്ല 3, 4 and 5 D ആണ്. മാച്ച് ഫോളോയിങ് ബാക്ടീരിയ വിത്ത് റെസ്പെക്ട് സെലക്ടീവ് മീഡിയ. അപ്പം ആക്ച്വലി സെലക്ടീവ് മീഡിയ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ സെലക്ടീവ് മീഡിയ പറയുന്ന കുറെ ബാക്ടീരിയ നമുക്ക് ചോദിക്കാം. എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ ഇട്ടിരിക്കുന്നതാണ്. EMB അഗാർ, ഇയോസിൻ മെത്തിലിൻ ബ്ലൂ അഗാർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ കോളയുടെ ആണ്. അതിനകത്ത് ഒരു ഗ്രീനിഷ് മെറ്റാലിക് ഷീൻ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളറിലെ ഇതാണ്. അതിനകത്ത് തന്നെ ഗ്രീനിഷ് മെറ്റാലിക് ഷീൻ വരും. ഈ കോളെ പ്രസന്റ് ആയിട്ടുണ്ട്. EMB അഗാർ, ഇയോസിൻ മെത്തിലിൻ ബ്ലൂ അഗാർ എന്നാണ്. അടുത്ത മാനിറ്റോൾ സാൾട്ട് അഗാർ സ്റ്റഫൈലോകോക്കസ് ഓറിയസിനുള്ള ഞാൻ പറഞ്ഞില്ല സാൾട്ട് ലവിംഗ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ഉണ്ട്. അതിനകത്ത് ഒരു 5 to 7.5% സോഡിയം ക്ലോറൈഡ് ഉണ്ട്. സാൾട്ട് ലവിംഗ് ആണ് അല്ലെ. ഹാലോഫിലിക് ആണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. അടുത്ത EMJH മീഡിയം അല്ലെ. EMJH മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ ലെപ്റ്റോസ്പൈറ ഇൻട്രോഗൻസിനുള്ള മീഡിയ ആണ്. അതുപോലെ പ്ലെറ്റ് മീഡിയം ആന്ത്രാക്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. പ്ലെറ്റ് മീഡിയം ബാസിലസ് ആന്ത്രാസിനുള്ള. ഇതല്ലാതെ വേറെ മീഡിയം എഡ്വാർഡ്സ് മീഡിയം നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസിനുള്ള എഡ്വാർഡ്സ് മീഡിയം. എർസീനിയക്ക് സിന്നഗാർ ഉണ്ട്, സിന്നഗാർ. അതുപോലെ ലിസ്റ്റീരിയക്ക് പാൽക്കാം അഗാർ. ഓക്കെ,
അതുപോലെ തന്നെ മൈക്കോബാക്ടീരിയത്തിന് LJ മീഡിയം, ലൊവേസ്റ്റൻ ജെൻസൺ മീഡിയം, അതുപോലെ തന്നെ സ്റ്റോൺ ബ്രിങ്സ് മീഡിയം. എഗ് വേണം ചോദിക്കുക, എഗ് ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം. അപ്പൊ മൈക്കോബാക്ടീരിയത്തിന്റെ ഇത് പറഞ്ഞ ഇതിനകത്ത് മീഡിയക്കകത്ത് എഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ ഗ്രോത്ത് സ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ മേ ബി ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഏതൊക്കെ ഗ്രാം പോസിറ്റീവ്, ഏതൊക്കെയാണ് ഗ്രാം നെഗറ്റീവ്. ഇപ്പൊ നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റിലൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുന്ന എൻട്രോബാക്ടീരിയസ് ഫാമിലി, അതായത് സാൽമോണല്ല, ഈക്കോളൈ, ഷിഗല്ല, എൻട്രോബാക്ടർ, ക്ലബ്സില്ല, ഇതൊക്കെ എന്താണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. നമ്മൾ പഠിക്കുന്ന ഗ്രാം പോസിറ്റീവ് ഈ പറഞ്ഞ സ്റ്റഫൈലോകോക്കസ്, അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ്, അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയ, അതുപോലെ തന്നെ ബാസിലസ് ആന്ത്രാസിസ്, ഇതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ്. കോർണി ബാക്ടീരിയം, ഇതൊക്കെ ഗ്രാം പോസിറ്റീവ് ആണ്. ഓക്കെ, അല്ല ഓക്കെ. പിന്നെ സ്റ്റഫൈലോകോക്കസ് സ്ട്രെപ്റ്റോന്റെ ഒക്കെ ഷേപ്പ് എന്താണ്? കോക്കയാണ് അല്ലെ, ഇത് റൗണ്ട് ആണ്. സ്റ്റഫൈലോകോക്കസ് മീൻസ് ഈ മുന്തിരി, ബഞ്ച് ഓഫ് ഗ്രേപ്പ് പോലെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്, കോക്കയെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോളനീസ്. അല്ല സ്ട്രെപ്റ്റോകോക്കസ് എന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോ മീൻസ് ചെയിൻ ആണ്, ചെയിൻസ് ഓഫ് അറേഞ്ച് ചെയ്തിരിക്കുന്ന കോക്കയെ അറേഞ്ച് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കയും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? EMB എല്ലാം നേരെയാണ് മാർക്ക്, അല്ലെ നേരെയല്ല. A1 B2 C4 D3, A1 B2 C4 D3, ഓപ്ഷൻ സി ആണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമൺ റൂട്ട് ഓഫ് ഇനോക്കുലേഷൻ ഓഫ് ലബോറട്ടറി അനിമൽ. നമ്മൾ ലബോറട്ടറി അനിമൽ ഇനോക്കുലേഷൻ പറയുന്നത്, അതായത് ഏതെങ്കിലും വൈറസ് ഒക്കെ നമ്മൾ കൊടുത്ത് സ്റ്റഡി നടത്താൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് ഏതാണ് നോട്ട് കോമൺ റൂട്ട് അല്ലാതെ? സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്, ഇൻട്രാഒക്യുലർ. അതിനകത്ത് സബ്ക്യൂട്ടേനിയസ് കോമൺലി കൊടുക്കാറുണ്ട്, ഇൻട്രാമസ്കുലർ കൊടുക്കാറുണ്ട്, ഇൻട്രാവീനസ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇൻട്രാ ഒക്യുലർ അത്ര കോമൺ ആയിട്ടുള്ള ഇതല്ല, റൂട്ട് അല്ല. സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇൻട്രാ ഒക്യുലർ ഈസ് നോട്ട് ദാറ്റ് കോമൺ റൂട്ട്. അത് മാച്ച് ദ ഫോളോയിങ് ലബോറട്ടറി അനിമൽസ് വിത്ത് ദർ കറസ്പോണ്ടിങ് സയന്റിഫിക്. ഇത് വേണമെങ്കിൽ ചോദിക്കാം, അത് കാരണം മെത്തോളജി മൈക്രോബയോളജിയിൽ ചോദിക്കേണ്ട വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ ലാബ് അനിമലിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പം അതിന്റെ സയന്റിഫിക് നെയിമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹിന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. റാബിറ്റ് ഒറിക്ടോലാഗസ് ക്യൂണിക്കുലസ്, ഗിനിപിഗ് കാവിയ പോർസലസ് ആണ്, മൈസ് മസ്കുലിനസ് ആണ്. റാറ്റ് ആക്ച്വലി നമുക്ക് ബ്രൗൺ റാറ്റ് ഉണ്ട്, ബ്ലാക്ക് റാറ്റും ഉണ്ട്. ബ്രൗൺ റാറ്റ് ആണെങ്കിൽ റാറ്റസ് നോർവെജിക്കസ് ആണ്, ബ്ലാക്ക് റാറ്റ് ആണ് റാറ്റസ് എന്ന് പറയുന്നത്. ഇതെല്ലാം അതുപോലെ മാച്ച് ആണ്. പിന്നെ വേറെ ചോദിക്കാം, നമ്മുടെ ഹാംസ്റ്റർ മെസിസ്റ്റോസറസ് ക്രൈസെറ്റസ് അങ്ങനെ എന്താണ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ അതൊക്കെ നോക്കാം, നിങ്ങൾ ഒന്ന് രണ്ട് ഇപ്പൊ സയന്റിഫിക് നെയിംസ് ഇങ്ങനെ നോക്കാം. മീസോസ്റ്റോസറസ് അല്ല, മീസോ ക്രൈസെറ്റസ് അങ്ങനെ എന്തോ ആണ് അതിന്റെ, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, സോ ലൈക്ക് മേ ബി ആസ്ഡ് ലാബോറട്ടറി അനിമൽ സയന്റിഫിക് നെയിം. ലബോറട്ടറി അനിമൽ യൂസ് ഫോർ സ്ട്രോസ് ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഗ്ലാൻഡേഴ്സിനും അതുപോലെ തന്നെ ബ്രൂസെല്ല, അതിനൊക്കെ സ്ട്രോസ് ടെസ്റ്റ് എന്തായിരുന്നു? ഒരു അനിമൽ ഇനാക്കുലേഷൻ ടെസ്റ്റ് ആയിരുന്നു അല്ലെ. നമ്മൾ ഇൻട്രാ പെരിറ്റോണിയലി മെയിൽ ഗിനിപ്പിക്കിന് ഇൻട്രാ പെരിറ്റോണിയലി നമ്മൾ ഉദ്ദേശിക്കുന്ന സസ്പെക്ടഡ് ആയിട്ടുള്ള സാമ്പിൾ മെറ്റീരിയൽ, ബ്രൂസെല്ലയുടെയോ അതിന്റെ സാമ്പിൾ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആഫ്റ്റർ എ പെർട്ടിക്കുലർ ടൈം ഓർക്കൈറ്റിസ് ഉണ്ടാവും അല്ലെ, ഇൻഫ്ലമേഷൻ ഓഫ് ടെസ്റ്റിസും അതുപോലെ തന്നെ സ്ക്രോട്ടസ് ഒക്കെ തിക്കൻഡ് ആയിട്ട് ഇൻഫ്ലൈംഡ് ആയിട്ട് വരും. സോ അതിനകത്ത് യൂസ് ചെയ്യുന്ന ലബോറട്ടറി അനിമൽ ഗിനിപിഗ് ആണ്, മെയിൽ ഗിനിപിഗ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വിച്ച് ആർ ദ 3 R's ഓഫ് ലബോറട്ടറി അനിമൽ എക്സ്പെരിമെന്റേഷൻ. നമ്മൾ ലബോറട്ടറി അനിമൽ എക്സ്പെരിമെന്റേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു 3 R'കൾ എന്തൊക്കെയാണ്, ഏതൊക്കെയായിരുന്നു? റിഡക്ഷൻ, റീഫൈൻമെന്റ് ആൻഡ് റീപ്ലേസ്മെന്റ്. അതാണ് 3 R. അതായത് നമ്മൾ മാക്സിമം റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എത്രത്തോളം അനിമൽസിനെയാണ് എടുക്കണം, മാക്സിമം കുറച്ച് നമ്പർ ഓഫ് അനിമൽസിനെ എടുക്കുക, എത്രത്തോളം കുറയാൻ പറ്റുമോ അത്രയും നല്ലതെന്നുള്ള റിഡക്ഷൻ. റിഫൈൻമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ അതിനെ പലതരത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പൊ അതിന് പെയിനും ഡിസ്കംഫർട്ടും സ്ട്രെസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള തരത്തിലേക്ക് റിഫൈൻ ചെയ്തെടുക്കുക. എങ്ങനെയുള്ള തരത്തിലേക്ക്? അതിന്റെ പെയിൻ കുറയ്ക്കുന്ന തരത്തിലേക്ക്, അതിന്റെ സ്ട്രെസ് കുറയ്ക്കുന്ന തരത്തിലേക്ക്, അതിന്റെ ഡിസ്കംഫർട്ട് കുറയ്ക്കുന്ന തരത്തിലേക്ക് പ്രൊസീജിയേഴ്സ് അതിനെ റിഫൈൻ ചെയ്ത് നമ്മൾ എടുക്കുക എന്നുള്ളത്. അടുത്ത റീപ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരെണ്ണത്തിനെ വേറെ പരിപാടിക്ക് യൂസ് ചെയ്യുന്നല്ല, നമ്മൾ കഴിവതും ഇപ്പം ലാബ് അനിമൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഡോഗിനുള്ള എക്സ്പീരിയൻസ് സ്റ്റഡി ആണെങ്കിൽ ഡോഗിനെ കാട്ടി താഴെയുള്ള ലോവർ സ്പീഷീസിനെ കൊണ്ട്, അതിനെക്കാട്ടി താഴെ ലൈഫ് സ്പാൻ ഉള്ള, താഴെ കോസ്റ്റ് ഉള്ള സാധനത്തിനെ കൊണ്ട് ചെയ്യാൻ നോക്കുക വന്നെങ്കിൽ. ഇപ്പൊ മനുഷ്യനുള്ള സ്റ്റഡീസ് നമ്മൾ ആദ്യം മനുഷ്യനല്ലോ, അതിന് താഴെയുള്ള ഏതെങ്കിലും ഇതിൽ നോക്കുക, എന്നിട്ട് മനുഷ്യനിൽ നോക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ റീപ്ലേസ് ചെയ്യുക കഴിവതും. ഓക്കെ, സോ റിഡക്ഷൻ, റിഫൈൻമെന്റ്, റീപ്ലേസ്മെന്റ് ആർ ദി 3 R's ഓഫ് ലബോറട്ടറി അനിമൽ എക്സ്പെരിമെന്റേഷൻ. അടുത്ത ഫോളോയിങ് അബൌട്ട് അനിമൽ എക്സ്പെരിമെന്റേഷന്റെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നോക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞത് 2 ബോഡീസ് ഉണ്ട് അല്ലേ, നമ്മുടെ നാഷണൽ ലെവലായിട്ട് ഒരു CPC SE ഉണ്ട്,
ഏതാണ് കമ്മിറ്റി ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓൺ എക്സ്പെരിമെന്റേഷൻ ഓൺ അനിമൽസ്, അതാണ് CPCSA. അതുപോലെ തന്നെ അത് നാഷണൽ ലെവലുള്ള ഇതാണ്, അതാണ് മെയിൻ ആയിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കുക എക്സ്പെരിമെന്റ്. കാരണം ഇതിനൊക്കെ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ആവശ്യത്തിന് എക്സ്പെരിമെന്റേഷൻ ഒക്കെ നടത്താം. അപ്പൊ അതിന് ഒരു അനിമൽ എത്തിക്സ് വെച്ചിട്ട് നമുക്ക് എന്താ അത് അക്കോർഡിംഗ് ടു പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു അനിമൽ ആക്ട്, PCA ആക്ട് വേണം ചോദിക്കട്ടോ, ഇയർ 1960 PCA ആക്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഈ പറയുന്ന വന്നിരിക്കുന്നത്, CPCSA വന്നിരിക്കുന്നത്. അപ്പൊ അതൊരു നാഷണൽ ഏജൻസിയാണ്. ഇപ്പൊ എക്സ്പെരിമെന്റേഷൻ ഗൈഡ് ലൈൻസ് കൊടുക്കുക, അതിനുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതല്ലാതെ നമുക്ക് ഇപ്പൊ നാഷണൽ ലെവൽ ഏജൻസിക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ വന്നത് നോക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ റിസർച്ച് വർക്ക് നടക്കും. ആ റിസർച്ച് വർക്ക് നടക്കുമ്പോൾ ചില ഇതിൽ ഇപ്പൊ മെഡിക്കൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ പരമായിട്ടുള്ള റിസർച്ചുകളിൽ നമ്മൾ ലാബ് അനിമൽസ് യൂസ് ചെയ്യും. അപ്പൊ ലാബ് അനിമൽസ് യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഒരു കമ്മിറ്റി കാണും, ഇൻസ്റ്റിറ്റ്യൂഷൻ അനിമൽ എത്തിക്സ് കമ്മിറ്റി, അതാണ് IAC എന്ന് പറയും. കാരണം എല്ലാം നമുക്ക് CPCSAക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു IAC കമ്മിറ്റി ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ കാണും. അവരാണ് ഈ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും എന്തുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഫോം അതൊക്കെ CPCAക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അവരാണ് അപ്രൂവ് ചെയ്യും. അത് ചോദിക്കും നമ്മൾ എന്തിനൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യുന്നത്, ഹ്യൂമൻ ആയിട്ടുള്ള ഇതിലാണോ ട്രീറ്റ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർ ചോദിക്കും ഫോംസിലൊക്കെ. ഓക്കെ, സോ അപ്പൊ അവന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് പറയുന്നത്. IAC is a national level body in India established under Prevention of Cruelty to Animal Act, responsible for regulating and ensuring the ethical treatment, care and use of animals in research and education. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. IACക്ക് പകരം CPCSA എന്നാണെങ്കിൽ അത് കറക്റ്റാണ്. CPCSAയുടെ ഒരു ഡെഫിനിഷൻ ആണ്, ഒരു നാഷണൽ ലെവൽ ബോഡിയാണ് അല്ലെ. PCA ആക്ട് വെച്ചിട്ടുണ്ടാക്കിയതാണ്. എന്തിനാ മെയിൻ ആയിട്ട് നമ്മുടെ എത്തിക്കൽ ട്രീറ്റ്മെന്റ്, ലാബ് അനിമലിലെ എത്തിക്കൽ ട്രീറ്റ്മെന്റ്, അവരുടെ കെയർ അതൊക്കെ വെച്ചിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ഉള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണത്. അടുത്തത് CPCSA ലോക്കൽ ബോഡി ഇൻ എവറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ IAC. അത് നേരെ തെറ്റാണ്. IAC ആണ് ഒരു ലോക്കൽ ബോഡി എന്ന് പറയുന്നത്, നേരെ തിരിച്ചാണ്. അടുത്ത CPCSA മെയിൻറ്റെയിൻസ് റെക്കോർഡ് ആൻഡ് സബ്മിറ്റ്സ് പീരിയോഡിക് റിപ്പോർട്ട് ടു IAC, അതും തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. IAC ആണ് ഒരു ചെറിയ ഓർഗനൈസേഷൻ, അതിന്റെ അപ്പർ ഓർഗനൈസേഷനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അത് IAC ആണ് CPCSAക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ് അല്ലെ. അടുത്ത IACUC, ഇൻസ്റ്റിറ്റ്യൂഷൻ അനിമൽസ് കെയർ ആൻഡ് യൂസ് കമ്മിറ്റി, അതായത് അത് നമ്മുടെ ഇന്ത്യയിലുള്ള IAC പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള IAC പോലത്തെ അമേരിക്കയിലുള്ള അതിന്റെ കൗണ്ടർ പാർട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അനിമൽ കെയർ ആൻഡ് യൂസ് കമ്മിറ്റി എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. അടുത്ത CPCSA പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ്, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ഓഫ് അനിമൽസ് ഇൻ എക്സ്പെരിമെന്റ്, അവരാണ് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത്. അത് കറക്റ്റ് ആണ്. അപ്പം ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്, അത് 4 and 5 ആണ്. 4 and 5 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് WHO ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. അതായത് ഹെൽത്ത് എന്ന് വെച്ചാൽ ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഡിസീസ് മാത്രമല്ല, അതായത് അസുഖത്തിൽ നിന്ന് നമുക്ക് അസുഖമില്ല എന്ന് മാത്രമാണെങ്കിൽ അല്ല നമ്മൾ ഹെൽത്തി എന്ന് പറയാം. നമ്മൾ സാമൂഹികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ഫിസിക്കലി ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും സോഷ്യൽ വെൽബീയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് WHO ഡെഫിനിഷൻ. അടുത്ത സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ഓരോ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടാജിയസ് ഡിസീസ് എന്താണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണ്, അതിനകത്ത് ഇയോട്രോജനിക് ഡിസീസ്, നോസോകോമിയൽ ഡിസീസസ് അല്ലെ, ഇഡിയോപ്പതിക് ഡിസീസ് അങ്ങനെ. അപ്പൊ ഫസ്റ്റ് കണ്ടാജിയസ് ഡിസീസ് ഇസ് എ സബ്സെറ്റ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദാറ്റ് ആർ ഹൈലി ട്രാൻസിബിൾ ത്രൂ ഡയറക്റ്റ് ഓർ ക്ലോസ് കോണ്ടാക്ട്. കറക്റ്റ് ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന സാംക്രമിക രോഗങ്ങളാണ് അല്ലെ, അതായത് പടരുന്ന രോഗങ്ങൾ, ഏത് രീതിയിലും പടരാം, ഡയറക്റ്റ് കോണ്ടാക്ട് വെച്ചോ വെക്ടേഴ്സ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ. അതെല്ലാ പടരുന്ന രോഗങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കണ്ടാജിയസ് ഡിസീസ് എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഉള്ളിൽ വരുന്ന ഒരു സബ്സെറ്റ് ആണ്. അതായത് കണ്ടാജിയസ് ഡിസീസ് ഡയറക്റ്റ് കോണ്ടാക്ട് വെച്ച് പകരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയാണ് കണ്ടാജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളുടെ സെക്രീഷൻ വഴി അടുത്ത അയാളെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് അടുത്ത ആൾക്ക് അങ്ങനെ, ആളിൽ നിന്നുള്ള എയറോസോൾ വഴി അടുത്ത ആൾക്ക് അങ്ങനെ. അല്ലാതെ ഇപ്പം ഡയറക്റ്റ് അല്ലാത്തെന്ന് വെച്ചാൽ ഇപ്പം ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് മലേറിയ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. പക്ഷെ എങ്ങനെയാണ് കമ്മ്യൂണിക്കബിൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബൈറ്റ് ആണ്, മൊസ്കിറ്റോ ബൈറ്റ് അല്ലെ, ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോയുടെ ബൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ അത് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല,
ഓക്കെ, ആ വെക്ടർ തമ്മിലാണ് ഈ പറഞ്ഞ വെക്ടർ, ഇവിടുന്ന് വെക്ടർ ബ്ലഡ് എടുത്തു എന്നിട്ട് അടുത്തതിലേക്ക് കൊടുത്തു. അപ്പൊ ഡയറക്റ്റ് ആ പേഴ്സൺസുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നില്ല. അപ്പൊ എന്ത് നമുക്ക് പറയാം, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, പക്ഷെ അത് കണ്ടാജിയസ് ഡിസീസ് ആണ്. അപ്പം വേണേൽ നമുക്ക് തിരിച്ചു പറയാം, എല്ലാ കണ്ടാജിയസ് ഡിസീസും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. കാരണം കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ അണ്ടറിൽ വരുന്നതാണ് കണ്ടാജിയസ് ഡിസീസ്. പക്ഷെ തിരിച്ചു പറയാൻ പറ്റത്തില്ല, എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസും കണ്ടാജിയസ് ഡിസീസ് അല്ല. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഓൾ കണ്ടാജിയസ് ഡിസീസ് ആർ കമ്മ്യൂണിക്കബിൾ ബട്ട് നോട്ട് ഓൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കണ്ടാജിയസ്. കണ്ടാജിയസ് അല്ല, കാരണം ഇതെന്താ, നമ്മൾ എക്സാമ്പിൾ മലേറിയ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, പക്ഷെ കണ്ടാജിയസ് അല്ല. കണ്ടാജിയസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് കോൺടാക്ട് അല്ലെങ്കിൽ ക്ലോസ് കോൺടാക്ട് വെച്ച് വരുന്ന അസുഖങ്ങൾ. അടുത്ത, നോസോകോമിയൽ ഇൻഫെക്ഷൻ റിസൾട്ട് ഫ്രം മെഡിക്കൽ ഇന്റർവെൻഷൻ ഓർ ട്രീറ്റ്മെന്റ്. ഇയാട്രോജനിക് ഇൻഫെക്ഷൻസ് ആർ നോൺ ആസ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. അത് രണ്ടും ഇൻവേഴ്സ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, നിങ്ങൾ ചിലപ്പോൾ രണ്ടും ഏകദേശം കൺസെപ്റ്റ് സിമിലർ ആണ്, എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻസ് ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ കൊറോണ, ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിന് ഒ പിയിൽ പോവുക, എന്നിട്ട് നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ ശേഷം, അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ കിട്ടുന്നതാണെന്ന് ഉറപ്പായത്, അത് അങ്ങനെയുള്ള ഒരു ഡിസീസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയുള്ളതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇയാട്രോജനിക് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എയ്തർ ഫിസിഷ്യന്റെയോ അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ മെഡിക്കേഷന്റെയോ ഫലമായിട്ട് അതിന്റെ പ്രശ്നം കൊണ്ടുള്ള ഡിസീസാണ് ഇയാട്രോജനിക് ഇൻഫെക്ഷൻ. അതായത് മെഡിക്കൽ ഇന്റർവെൻഷൻ, ഇപ്പൊ പറയുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണത്തില് ഇപ്പൊ ഡോക്ടർ സർജറി ചെയ്തു നമുക്ക്, അപ്പൊ സർജറി മര്യാദക്ക് നമ്മൾ ഫ്യൂച്ചർ ഒന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഹെർണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പം ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കീറ്റോകോണസോൾ ഒരു ആന്റി ഫംഗൽ ആണ്, ഫംഗൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനുള്ളത്. ഇപ്പൊ ഡോഗ്സിലൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കീറ്റോകോണസോൾ കൊടുക്കുമ്പോൾ, കീറ്റോകോണസോൾ കുറെ ആയി കഴിഞ്ഞാൽ ഹെപ്പറ്റോടോക്സിക് ആണ്, ലിവറിന്റെ പ്രശ്നമാണ്. അപ്പൊ കീറ്റോകോണസോൾ എപ്പോഴും കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ആയിട്ട് മിക്കവാറും ലോങ് ടേം കീറ്റോകോണസോൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു ലിവർ സപ്ലിമെന്റും കൂടെ കൊടുക്കേണ്ടത്, ലിവർ ടോണിക് കൂടെ കൊടുക്കേണ്ടത്. ഇൻ കേസ് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ക്രോണിക് ആയിട്ട് നമ്മൾ ഈ കീറ്റോകോണസോൾ കഴിക്കുമ്പോൾ ലിവറിന് ടോക്സിറ്റി വരും. അപ്പൊ അതൊരു ഡോക്ടർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കേഷന്റെയോ പ്രശ്നം കൊണ്ട് വരുന്ന അസുഖമാണ് ഇയോട്രോജനിക്. മറ്റേത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് നോസോകോമിയൽ. അപ്പൊ അത് തമ്മിൽ മാറി, ഹോസ്പിറ്റൽ അക്വേർഡ് എന്ന് കാണുമ്പോൾ തന്നെ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ അത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറി മാറി ഇട്ടിരിക്കുകയാണ്, അത് തിരിച്ചാണ്. അപ്പൊ നോസോകോമിയൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്വേർഡ് ആണ്, ഇയാട്രോജനിക് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇന്റർവെൻഷൻ ഓർ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് പ്രശ്നം ഉണ്ടാകുകയാണ്. അപ്പൊ അത് തേർഡും ഫോറും തെറ്റാണ്. ഓക്കെ, അടുത്ത, സൂണോട്ടിക് ഡിസീസ് ആർ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം അനിമൽസ് ടു ഹ്യൂമൻ. അത് കറക്റ്റ് ആണ്. സൂണോട്ടിക്, സൂ മീൻസ് സംതിങ് റിലേറ്റഡ് വിത്ത് അനിമൽ ആണ് അർത്ഥം. അപ്പൊ സൂണോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ അനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്കും അതുപോലെ തന്നെ വൈസ് വേഴ്സ, ഹ്യൂമൻസിൽ നിന്ന് അനിമൽസിനും കിട്ടുന്ന ഡിസീസ് ആണ്. ഇനി അതിനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആന്ത്രപ്പോസൂണോസിസും സൂ ആന്ത്രപ്പോണോസിസ് അല്ലെ. അപ്പൊ ആന്ത്രപ്പോ സംതിങ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ നടത്തും. അപ്പൊ ഏത് ലെറ്റർ ആണോ ആദ്യം വരുന്നത് അവർക്ക് അസുഖം കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആന്ത്രപ്പോസൂണോസ് എന്ന് വെച്ചാൽ ആന്ത്രപ്പോ മനുഷ്യനാണ്, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വേർഡ് ആയിട്ട് വരുന്നത്. അപ്പം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന ഡിസീസ് ആണ് ആന്ത്രപ്പോസൂണോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സൂ ആന്ത്രപ്പോണോസിസ് എന്ന് വെച്ചാൽ സൂ അനിമൽസ് ആണ് അതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് വരുന്നത്. അപ്പം മനുഷ്യനിൽ നിന്ന് അനിമൽസിന് കിട്ടുന്ന ഡിസീസിനാണ് സൂ ആന്ത്രപ്പോണോസിസ് എന്ന് പറയുന്നത്. ജനറലി നമുക്ക് സൂണോട്ടിക് ഡിസീസ് എന്ന് പറയാം. സോ അപ്പോ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്? ഫസ്റ്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് കറക്റ്റ് ആണ്, തേർഡും ഫോർത്തും ഫോൾസ് ആണ്, ഫിഫ്ത് കറക്റ്റ് ആണ്. സോ 1, 2 and 5 ആർ കറക്റ്റ്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ്, എ ബാക്ടീരിയൽ ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെറക്യൂട്ട് ഡെത്ത്. പെറക്യൂട്ട് ഡെത്ത് എന്ന് വെച്ചാൽ എന്താ, ലീഷൻസ് ഒന്നും ക്ലിനിക്കൽ സൈൻസ് ഒന്നും കാണിക്കാതെ പെട്ടെന്ന് ഡെത്ത് ആവുക, അക്യൂട്ടിനെ കാട്ടി പെട്ടെന്ന് ഡെത്ത് ആവുക. ഊസിങ് ഔട്ട് ഓഫ് ഡാർക്ക് ടാറി കളേർഡ് അൺക്ലോട്ടഡ് ബ്ലഡ് ഫ്രം ഓൾ നാച്ചുറൽ, എല്ലാ നാച്ചുറൽ ഓപ്പണിംഗ് കൂടെ ഡാർക്ക് ടാറി കളേർഡ് അൺക്ലോട്ടഡ് ബ്ലഡ് വരിക. പിന്നെ ഇൻകംപ്ലീറ്റ് റിഗർ മോർട്ടിസ് എന്ന് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്താണ്, നമ്മുടെ പോസ്റ്റ്മോർട്ടം സ്റ്റിഫനിങ് ആണ്. ആൻഡ് ഇയർലി പുട്രിഫാക്ഷൻ. പുട്രിഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഡെത്തിന് ശേഷം ആ ബാക്ടീരിയൽ ഡീകമ്പോഷൻ നടക്കുന്നതാണ് പുട്രിഫാക്ഷൻ. കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കുമെന്നാണ് ഇയർലി പുട്രിഫാക്ഷൻ. അപ്പൊ ഇത് ക്ലിയർ കട്ട് ക്വസ്റ്റ്യൻ ആണ്, ആന്ത്രാക്സ് ആണ്. ആന്ത്രാക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ്ഡ് ഇൻ ബ്രൂസെല്ലോസിസ് ഇൻ ക്യാറ്റിൽ. ക്യാറ്റിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൂസെല്ലോസിന്റെ ഉള്ള ടെസ്റ്റുകളാണ് സ്ട്രോസ് ടെസ്റ്റ്, മിൽക്ക് റിംഗ് ടെസ്റ്റ്, RBPT, റോസ് ബംഗാൾ പ്ലേറ്റ് ടെസ്റ്റ്, കൂം ടെസ്റ്റ്, കാർ ടെസ്റ്റ്. ഇതൊക്കെ ബ്രൂസെല്ലോസിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സ്ട്രോസ് ടെസ്റ്റ് ഒരു അനിമൽ ഇനോക്കുലേഷൻ ടെസ്റ്റ് ആണ്, കുത്തിവെക്കുന്നത്. മിൽക്ക് റിംഗ് ടെസ്റ്റ് MRT അല്ലെങ്കിൽ ABRT എന്ന് പറയും, അബോർട്ടസ് ബാങ്ക് ടെസ്റ്റ്, നമ്മുടെ ഹേർഡ് ലെവലിൽ നമ്മുടെ ബ്രൂസെല്ലോസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ്. RBPT, റോസ് ബംഗാൾ പ്ലേറ്റ് ടെസ്റ്റും കൂംസ് ടെസ്റ്റും കാർ ടെസ്റ്റ് ഒക്കെ ബ്രൂസെല്ലോസിനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പം അതെല്ലാം ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. അല്ലാതെ പിന്നെ ബ്രൂസെല്ലോസിന് വെച്ച് വേണം വാക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. S19 ആണ് നമ്മൾ മെയിനായിട്ട് ഫീമെയിൽ കാഫിന് കൊടുക്കുന്ന ബ്രൂസെല്ലോസിന്റെ വാക്സിൻ, കാഫ് ഫുഡ് വാക്സിൻ. അല്ലാതെ S99 ഉണ്ട്. പിന്നെ RB51 ഉണ്ട്, വാക്സിനേറ്റഡിനെ ഇൻഫെക്ഷനെ തമ്മിൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കർ വാക്സിൻ ആണ് RB51 ബ്രൂസെല്ലോ ഉള്ളത്. അതുപോലെ S38 അങ്ങനത്തെ കുറച്ച് വാക്സിൻസ് ഉണ്ട് ബ്രൂസെല്ലേക്ക്. ഓക്കെ,
അത് കോസറ്റീവ് ഏജന്റ് ഓഫ് ഹെമറേജിക് സെപ്റ്റിസീമിയ അല്ലെങ്കിൽ ബാർബൺ ഡിസീസ് എന്നൊക്കെ പറയുന്ന അസുഖം നമ്മുടെ പാസ്റ്റുറല മാൾട്ടോസിഡ ആണ്. പാസ്റ്റുറല മാൾട്ടോസിഡ ടൈപ്പ് ബി ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഏഷ്യയിൽ ഹെമറേജിക് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നത്. ഇനി പാസ്റ്റുറല ടൈപ്പ് മാൾട്ടോസിഡ ടൈപ്പ് എ നിങ്ങൾ പോൾട്രിയുടെ മോഡ്യൂളിൽ ഫൗൾ കോളറ പഠിക്കാറുണ്ട്. ഫൗൾ കോളറ അല്ലെങ്കിൽ ഏവിയൻ പാസ്റ്റുറലോസിസ് അത് കോസ് ചെയ്യുന്നത് പാസ്റ്റുറല മാൾട്ടോസിഡയാണ്. പക്ഷെ അത് പാസ്റ്റുറല മാൾട്ടോസിഡ ടൈപ്പ് എ ആണ്. ടൈപ്പ് എ ആണ് ഫൗൾ കോളറ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റാബിറ്റ്സിലൊക്കെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന പാസ്റ്റുറല ഉണ്ട്. സ്നഫിൾസ്, ന്യൂമോണിയ അങ്ങനത്തെ ലീഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അതും ഈ പറഞ്ഞ പോലെ പാസ്റ്റുറല മാൾട്ടോസിഡ ടൈപ്പ് എ ആണ്. നമ്മുടെ ഹെമറേജിക് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നത് പാസ്റ്റുറല മാൾട്ടോസിഡ ടൈപ്പ് ബി ആണ്. ചില സമയത്ത് നിങ്ങൾ ടൈപ്പ് ഇ എന്നും കാണും. അത് റീജിയണൽ വൈസ് ആണ്. അതായത് ടൈപ്പ് ബി ആണ് മെയിൻ ആയിട്ട് ഏഷ്യയിലെ ഹെമറേജിക് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഈ ആഫ്രിക്കൻ കൺട്രീസിൽ ഇത് പറഞ്ഞാൽ ഹെമറേജിക് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ബി ആണ് കറക്റ്റ് ആൻസർ. For which bacterial disease characteristic silver nitrate staining and dark field microscopy is used for viewing an organism? ഇത് സ്പെസിഫിക് ആണ്. ഏതാ നമ്മുടെ സ്പൈറ, ബൊറീലിയ, അങ്ങനെ ട്രിപ്പോനിമ അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള സ്പൈറോകീറ്റ്സ് ഓർഗാനിസംസ്. നമ്മൾ ഒരു ബാക്ടീരിയ ക്ലാസ് ചെയ്തപ്പോൾ സ്പൈറോകീറ്റ്സ് ഓർഗാനിസംസിന് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ അവർ നോർമൽ സ്റ്റെയിനിങ് പറ്റില്ല. അപ്പൊ അവർക്ക് സ്പെഷ്യലി സിൽവർ നൈട്രേറ്റ് സ്റ്റെയിനിങ്, അതുപോലെ തന്നെ സ്പെഷ്യൽ മൈക്രോസ്കോപ്പി, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി അല്ലെ. ഡാർക്ക് ഫീൽഡ് എന്തായാലും നമ്മൾ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കും അതുപോലെ തന്നെ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും, ലൈറ്റ് കളറിൽ ഇരിക്കും ഈ പറഞ്ഞ പോലെ ഓർഗാനിസം. സോ അത് സ്പെസിഫിക് ആയിട്ട് ലെപ്റ്റോസ്പൈറ പോലുള്ള സ്പൈറോകീറ്റ്സിനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ ഡയഗ്നോസിസ് ഓഫ് റാബിസ് ആൻഡ് ലെപ്റ്റോസ്പൈറോസിസ് ആർ റെസ്പെക്റ്റീവ്ലി. യഥാക്രമത്തിൽ ഏതൊക്കെയാണ്? റാബിസിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അതാണ്. അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ കൺഫേം ആയിട്ട് അതാണ്, വേറെ നമുക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റേബിസിന് നമ്മൾ ചെയ്യുന്ന ഡയറക്റ്റ് ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെസ്റ്റ് ഡി ഫാറ്റ് ആണ്. ലെപ്റ്റോസ്പൈറോസിസ് ചെയ്യുന്ന മാറ്റ് ആണ്, മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. അപ്പൊ റേബിസിന് അതേ ക്രമത്തിൽ റേബിസിന് ഡി ഫാറ്റും ലെപ്റ്റോസ്പൈറോസിന് മാറ്റും, ഓർ മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. സോ ഡി ഫാറ്റ് ആൻഡ് മാറ്റ്. 31 സി ആണ് ആൻസർ. The name an insect transmitted viral disease in cattle characterized by the presence of lumps or nodules on skin. അതായത് ഒരു ഇൻസെക്ട് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വൈറൽ ഡിസീസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഏകദേശം ആ ഡിസീസിനെ പറ്റി കുറെ കാര്യങ്ങൾ പറയുന്നു. കാറ്റിൽ ക്യാരക്ടർ ബൈ ദ പ്രസൻസ് ഓഫ് ലംസ് അല്ലെങ്കിൽ മുഴകൾ, നോഡ്യൂൾസ് ഉണ്ട്. എവിടെയൊക്കെ? സ്കിന്നിലും ഉണ്ട്, അതുപോലെ അകത്ത് മ്യൂക്കസ് മെംബ്രെയിനിലും, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മ്യൂക്കസ് മെംബ്രെയിനിലും ഈ പറയുന്ന നോഡ്യൂൾസ് ഉണ്ട്, ഫീവർ ഉണ്ട്, ലിംഫ് നോഡ്സ് ഒക്കെ എൻലാർജ്ഡ് ആണ്. ഇതൊരു ടിപ്പിക്കൽ നമ്മുടെ ലംബി സ്കിൻ ഡിസീസ് LSD. കാരണം LSD ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ 2021 ഏകദേശം 1,00,000 കവിഞ്ഞ് ഇന്ത്യയിൽ കുറെ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ കുറെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ അധികം ഇല്ലെങ്കിലും അവിടെ പഞ്ചാബ്, മഹാരാഷ്ട്ര, അങ്ങോട്ട് പിന്നെ നോർത്തേൺ സ്റ്റേറ്റിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ ആയിട്ട് കുറെ ഡെത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ലംബി സ്കിൻ ഡിസീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് അനിമൽ ഡിസീസ് ആർ സൂണോട്ടിക്. നമ്മൾ സൂണോട്ടിക് ഡിസീസ് പഠിക്കാണ്ട് അപ്പോൾ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാ? മനുഷ്യന്ന് മൃഗങ്ങൾക്കോ അല്ലെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വരുന്ന ഡിസീസ് ആണ്. ട്യൂബർകുലോസിസ്, ആന്ത്രാക്സ്, ബ്രൂസെല്ലോസിസ്, ലെപ്റ്റോസ്പൈറോസിസ്, റേബിസ്. ഈ പറയുന്ന എല്ലാ ഡിസീസും സൂണോട്ടിക് ആണ് അല്ലെ. ട്യൂബർകുലോസിസ് സൂണോട്ടിക് ആണ്, ആന്ത്രാക്സ് സൂണോട്ടിക് ആണ് അല്ലെ. ട്യൂബർകുലോസിസ് മെയിൻ ആയിട്ട് ആ അൺബോയിൽഡ് ആയിട്ടുള്ള മര്യാദക്ക് പ്രോപ്പർലി ബോയിൽഡ് അല്ലാത്ത മിൽക്ക് കഴിക്കാൻ വരും. ആന്ത്രാക്സ് അല്ലെ, ആന്ത്രാക്സ് കാർക്കസ് ഓപ്പൺ ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം അതിന് ഓപ്പൺ ചെയ്താൽ അതിന്റെ സ്പോർ റിലീസ് ആവും. സ്പോർ നമ്മൾ ഇൻഹേൽ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ വരും. പിന്നെ ബ്രൂസെല്ലോസിസ് പറഞ്ഞാൽ പ്ലാസന്റെ വഴി അല്ലെങ്കിൽ അതിന്റെ അബോർട്ടഡ് ഫീച്ചേഴ്സ് വഴി അതിന്റെ ഏതെങ്കിലും പാർട്ടിൽ തൊടുന്ന വഴി ഡയറക്റ്റ് കോണ്ടാക്ട് വരും. അതുപോലെ തന്നെ മിൽക്ക് കൂടെയും വരും. ലെപ്റ്റോസ്പൈറോസിസ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോഗോ ആയിട്ട് മെയിൻ ആയിട്ട് വരുന്ന വെറ്റിനറി ഇൻസിനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വരും. റേബിസ് മെയിൻ ആയിട്ട് ഈ പറയുന്ന പോലെ അതിന്റെ സലൈവയായിട്ട് കോണ്ടാക്ട് നമ്മുടെ സ്കിൻ മ്യൂക്കസ് മെംബ്രെയിൻ വരുമ്പോൾ അങ്ങനെ ബൈറ്റ് വെച്ചിട്ടൊക്കെ വരും. മാച്ച് ദ ഫോളോയിങ് ബാക്ടീരിയൽ ഡിസീസ് വിത്ത് ദർ റെസ്പെക്റ്റീവ് സിനോണിംസ് അല്ലെ. സിനോണിംസ് എന്ന് വെച്ചാൽ വേറെ പേര്, ചിലപ്പോൾ വേറെ പേരിൽ ചോദിക്കാം. ട്യൂബർകുലോസിസ് ആണ് പേൾസ് ഡിസീസ്. കാരണം ട്യൂബർകുലോസിസ് ഇങ്ങനെ നോഡ്യൂൾസ് ഇങ്ങനെ ചെറിയ ഗ്രാനുലോമ പേൾ മുത്ത് പോലെ ഇരിക്കും. അപ്പൊ പേൾസ് ഡിസീസ് അല്ലെ, കിങ് ഓഫ് ഡിസീസ് അല്ലെ, സ്ക്രോഫുല എന്നൊക്കെയാണ് ട്യൂബർകുലോസിസ് പറയാം. അല്ലെ വൈറ്റ് പ്ലേഗ് എന്ന് പറയും ട്യൂബർകുലോസിസിന്. അല്ല ആന്ത്രാക്സ് ആണ് വൂൾ സോർട്ടേഴ്സ് ഡിസീസ്. പണ്ട് ഈ വൂള് സോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ് പോർട്ടർ ഡിസീസ്, ഹൈഡ് അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഒക്യുപേഷണൽ ഡിസോർഡേഴ്സ് ആയിട്ട് ആന്ത്രാക്സ് വരാറുണ്ടായിരുന്നു. പിന്നെ ഹെമറേജിക് സെപ്റ്റിസീമിയ, ബാർബൺ ഡിസീസ്, കാരണം ബ്രിസ്കറ്റ് എഡിമ ഉണ്ട് HS അത്. പിന്നെ HS ആയിട്ട് വേറെ ചോദ്യം ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ HS കൂടുതലും കാണുന്ന ബഫലോസ് ആണ് മോർ സസെപ്റ്റബിലിറ്റി ദാൻ കാറ്റിലിനെ കാട്ടി പശുവിനെ കാട്ടി കൂടുതൽ എരുമയ്ക്കാണ് HS വരാനുള്ള ചാൻസ് കൂടുതൽ. അടുത്ത ബ്രൂസെല്ലോസിസ് മാൾട്ട ഫീവർ ആണ്. ഓക്കെ, സോ A1, B2, C3, D4 കറക്റ്റ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്.
അടുത്ത മാച്ച് ഫോളോയിങ് വൈറൽ ഡിസീസ് വിത്ത് റെസ്പെക്റ്റീവ് സിനോണിംസ് അല്ലെ, അത് സിനോണിംസ് വെച്ച് മാർക്ക് ചെയ്യുന്നത്. FMD ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അത് കോസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ വൈറൽ ഞാൻ പഠിപ്പിച്ച ബാക്ടീരിയൽ ഡിസീസിന്റെ വൈറൽ ഡിസീസിന്റെ എത്തിയോളജി അതിന്റെ കോസേറ്റീവ് ഏജന്റ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. FMD കോസ് ചെയ്യുന്നത് പിക്കോണ വൈറുടെ ഫാമിലിയിലെ ആപ്തോ വൈറസ് ജീനസിലുള്ള വൈറസ് ആണ്. അതുകൊണ്ടാണ് ആപ്തസ് ഫീവർ എന്നതിന് പറയുന്നത്. ലംബി സ്കിൻ ഡിസീസ് LSD, ലംബി സ്കിൻ ഡിസീസ് വേറെ പേര് നീത്ലിംഗ് ഡിസീസ് എന്നാണ് പേര്. ക്ലാസിക്കൽ സ്വൈൻ ഫീവർ CSF അതിന്റെ വേറെ പേര് ഹോക്ക് കോളറ എന്നാണ്. PPR പെസ്റ്റിസ് ഡെസ്പെറ്റിസ് റൊമിനൻസ് ആണ് PPR. അത് ഗോഡ് പ്ലേഗ് ആണ് അല്ലെ. എല്ലാ പ്ലേഗുകളും ഗോഡ് പ്ലേഗ് എന്താ PPR. അതുപോലെ കാറ്റിൽ പ്ലേഗ് എന്ന് പറയുന്നത് റിൻഡർപെസ്റ്റ് ആണ്. ഏവിയൻ പ്ലേഗ് എന്ന് പറയുന്നത് ഏവിയൻ ഇൻഫ്ലുവൻസ ആണ്. ഇക്വൈൻ പ്ലേഗ് എന്ന് പറയുന്നത് ഇക്വൈൻ ഇൻഫ്ലുവൻസ അല്ല, നമ്മുടെ AHS ആണ്, ആഫ്രിക്കൻ ഹോഴ്സ് സിക്നസ് ആണ്. അപ്പൊ അങ്ങനത്തെ പ്ലേഗുകൾ വേണമെന്ന് നോക്കി വെച്ചു. സോ A1 B2 C3 D4 കറക്റ്റ് മാച്ച് ആണ്. അടുത്ത ബ്രൂഡേഴ്സ് ന്യൂമോണിയ ആൻഡ് പോൾട്രി സ്പോസിബിൾ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പഠിക്കുന്ന പോൾട്രിയിലുള്ള ഒരു ഫംഗൽ ഡിസീസ് ആണ് അല്ലെ. ആസ്പെർഗില്ലസ് ഫ്ലാവസ് എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാകുന്ന അതൊക്കെ മെയിനായിട്ട് ബ്രൂഡിംഗ് പാർട്ടിൽ, ബ്രൂഡിംഗ് ഏജിലാണ് ഈ പറയുന്ന ചിക്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രൂഡേഴ്സ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് കൊവാക്സ് നമ്മുടെ മെറ്റബോളിസം, നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റ് പറയുമ്പോൾ കൊവാക്സ് റിയേജന്റ്. ഏത് ബയോകെമിക്കൽ ടെസ്റ്റിനാണ് കൊവാക്സ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്? ഇൻഡോൾ ടെസ്റ്റ് അല്ലെ. എന്തായാലും ഇൻഡോൾ ടെസ്റ്റ് നമ്മൾ ട്രിപ്റ്റോഫാനേസ് എന്ന എൻസൈം വെച്ചിട്ട് ഇൻഡോൾ ആക്കി മാറ്റുന്ന ബാക്ടീരിയ പോസിറ്റീവ് കാണിക്കും അല്ലെ. അപ്പൊ അതാണ് ഇൻഡോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് ഈ ഇൻഡോൾ ടെസ്റ്റും അതുപോലെ വോക്സ് പ്രോസ്കർ VP ടെസ്റ്റും മീതൽ റെഡ് ടെസ്റ്റ് MR ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാ? എൻട്രോ ബാക്ടീരിയസെ ഫാമിലി, ഒരു ഗ്രാമിനേറ്റീവ് ബാക്ടീരിയ വരുന്ന കുറച്ച് ഫാമിലിയാണ്. ആ ഫാമിലിയിലെ തന്നെ ഡിഫറെന്റ് ഓർഗാനിസംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഇൻഡോൾ ടെസ്റ്റും VP ടെസ്റ്റും MR, അതായത് ഈക്കോളി, സാൽമോണല്ല, എൻട്രോബാക്ടർ, ക്ലെപ്സില്ല ആ പറയുന്ന ഓർഗാനിസംസിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. കോവാക്സ് റിയേജന്റ് അപ്പൊ ഇൻഡോൾ ടെസ്റ്റ് യൂസ് ചെയ്യാം. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂഷ്വൽ ടാർഗറ്റ് വൈറോളജി. അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഒരു എഗ് ഇനോക്കുലേഷൻ അല്ലെ. നമ്മൾ വൈറൽ സ്റ്റഡീസിനൊക്കെ മെയിൻ ആയിട്ട് എഗ് ഇനോക്കുലേഷൻ ചെയ്യുന്നത്. അത് എംബ്രിയോണേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ഡേ ആയിട്ടുള്ള എഗ്ഗിൽ നമ്മൾ അത് ഞാൻ ക്ലാസ് എടുത്തു 5 to 7 ഡേയ്സിലൊക്കെ യോഗ് സാക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അലൻജോയിക് റൂട്ട്, പിന്നെ കോറിയോലെന്റിക് മെംബ്രെയിൻ റൂട്ട്, അതുപോലെ IV റൂട്ട്, ഇൻട്രാസെറിബ്രൽ റൂട്ട് ഒക്കെ എടുക്കും അല്ലെ. അപ്പൊ കോമൺലി കാണാത്ത റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ CAM കോറിയോലെന്റിക് മെംബ്രെയിൻ, യോഗ് സാക്ക്, എംബ്രിയോ, അലൻഡോയിഡ്സ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് എംബ്രിയോയിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാറില്ല, നമ്മൾ ആ എഗ്ഗിന്റെ കുറെ പാർട്ടിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എംബ്രിയോ ആണ് ആൻസർ. എംബ്രിയോ ഇസ് നോട്ട് എ കോമൺ ടാർഗറ്റ് സൈറ്റ് ഇൻ ഇനോക്കുലേഷൻ ഇൻ വൈറോളജി. അത് മാച്ച് ഫോളോയിങ് റൂട്ട്സ് ഓഫ് എഗ് ഇനോക്കുലേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഡിസീസ് ഡയഗ്നോസ്. ഇത് മേ ബി കാരണം എഗ് ഇനോക്കുലേഷൻ പറയുന്നുണ്ട്. അപ്പൊ എഗ് ഇനോക്കുലേഷൻ മെയിൻ ആയിട്ട് ഒന്നെങ്കിൽ ആ ഡേയ്സ് ചോദിക്കാം. ഞാൻ ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പൊ യോഗ്സാക്ക് റൂട്ട് ആകുമ്പോൾ എല്ലാം എംബ്രിയോണേറ്റഡ് എഗ്, അതായത് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് 21 ഡേയ്സ്. അപ്പൊ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്ന എടുത്ത എഗ്ഗിന്ന് ഈ പറയുന്ന പോലെ, കാരണം അതിനകത്ത് നമ്മൾ വൈറസ് പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഏകദേശം ബേർഡിലും അങ്ങനെ തന്നെ ഏകദേശം അത് ചെയ്യുമെന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ വൈറസ് കൂടുന്ന സമയത്ത് അതിനകത്ത് ഡെത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ വൈറസ് കാണിക്കും. ഓക്കെ, അപ്പൊ ഓരോ വൈറസിനും ഓരോ റൂട്ടാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഓരോ റൂട്ടും നമ്മൾ സ്പെസിഫിക് ഡേയ്സിലാണ് കൊടുക്കുന്നത്. ആ ഡേയ്സ് കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ ക്യാമ്പ് റൂട്ട് മെയിൻ ആയിട്ട് എടുക്കുന്ന IBD ആണ്. ഓക്കെ, അപ്പൊ IBD ആണ്. പിന്നെ യോഗ്സാക്ക് റൂട്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഇതാണ്, ഏതാണ്, സോറി ബ്ലൂ ടങ് അല്ല. യോഗ്സാക്ക് റൂട്ടിൽ മാരക്സ് ആണ്. അടുത്ത അലൻഡോയിക് റൂട്ടില് ആണ് മോസ്റ്റ് കോമൺ റൂട്ട് എന്ന് പറയുന്നത്. ന്യൂ കാസൽ ഡിസീസ് ആണ്. പിന്നെ ഇൻട്രാവീനസ് റൂട്ട് ബ്ലൂ ടങ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യം നോക്കുക. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് A1 B2 C4 D3 ആണ്. A1 B2 C4 D3, ഈ ഓപ്ഷൻ C ആണ് ആൻസർ. അടുത്ത ഇൻ റൊട്ടീൻ സെൽ കൾച്ചർ വിച്ച് കെമിക്കൽ ഈസ് യൂസ് ടു ബ്രേക്ക് അപ്പ് ടിഷ്യൂ ആൻഡ് റിലീസ് സിംഗിൾ സെൽസിറ്റീവ് സസ്പെൻഷൻ. അതായത് നമ്മൾ സെൽ കൾച്ചർ ചെയ്യുമ്പോൾ പസാജ് അല്ലെങ്കിൽ സബ് കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫ്ലാസ്കിലുള്ള സെൽസിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കെമിക്കൽ എന്ന് പറയുന്നത് ട്രിപ്സിൻ അല്ലെങ്കിൽ കൊളാജിനേസ് യൂസ് ചെയ്യാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യന് കൊളാജിനേസ് ആയിരിക്കും. അപ്പം ട്രിപ്സിൻ അല്ലെങ്കിൽ കൊളാജിനേസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മീഡിയ ഫോർ ഗ്രോയിങ് ഫഞ്ചൈ. ഫഞ്ചൈ ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഫഞ്ചൈ നമ്മളിപ്പോ കൾച്ചർ മീഡിയ, ഇപ്പൊ നമ്മൾ ബാക്ടീരിയ നമുക്ക് പറയാം കുറെ ഡിഫറെന്റ് ബാക്ടീരിയക്ക് ഡിഫറെന്റ് മീഡിയ അല്ലെ. പക്ഷെ ഫംഗൈക്ക് നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് കുറെ മീഡിയ നമ്മൾ പറയുന്നുണ്ട്. എന്നാലും ബേർഡ് സീഡ് അഗാർ, നൈഗർ സീഡ് അഗാർ, അതുപോലെ തന്നെ കുറെ പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാർ, അങ്ങനെ കുറെ കാര്യം പറയുന്നുണ്ട്. എങ്കിലും കോമൺ ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് SDA സാബുറേസ് ഡെസ്ട്രോസ 2% സാബുറേസ് ഡെസ്ട്രോസ് അഗാർ ആണ് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് എല്ലാ ഫഞ്ചൈക്കും നമ്മൾ യൂസ് ചെയ്യുന്ന അഗാർ. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി ബൈൻഡിങ് സൈറ്റ്. പ്രൈമറി ബൈൻഡിങ് സൈറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പ്രൈമറി ബൈൻഡിങ് ടെസ്റ്റ് അല്ലെ. നമ്മൾ സെറോളജിക്കൽ ടെസ്റ്റ് പഠിച്ചപ്പോൾ പ്രൈമറി ബൈൻഡിങ് ടെസ്റ്റ് പഠിച്ചു, സെക്കൻഡറി ബൈൻഡിങ് ടെസ്റ്റ് പഠിച്ചു. പ്രൈമറി ബൈൻഡിങ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ
ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡിയെ നമ്മൾ സ്പെസിഫിക്കലി കണ്ടുപിടിക്കുന്നത് അല്ലെ, സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ആ ടെസ്റ്റിൽ റിയ, എലൈസ, ഫാറ്റ് അല്ലെ ഇമ്യൂണോഫ്ലൂറസൻസ് ഒക്കെ പ്രൈമറി ബൈൻഡിങ് ടെസ്റ്റ് ആണ്. സെക്കൻഡറി ബൈൻഡിങ് ടെസ്റ്റിൽ നമ്മൾ കറക്റ്റ് ആന്റിജൻ ആൻഡ് ആന്റിബോഡി സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയല്ല, ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് എയ്തർ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ ആയിട്ടോ ഉള്ളതാണ്. അപ്പൊ അഗ്ലൂട്ടിനേഷനും പ്രസിപ്പിറ്റേഷനും സെക്കൻഡറി ബൈൻഡിങ് ടെസ്റ്റ് ആണ്. അതുപോലെ റിയ, എലിസ അതായത് റേഡിയോ ഇമ്യൂണോ അസേ, അതുപോലെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ ഉള്ള ഫാറ്റും ഈ പറയുന്നത് പ്രൈമറി ബൈൻഡിങ് ടെസ്റ്റ് ആണ് അല്ലെ. എന്നാൽ എലിസയും ഫാറ്റും നമ്മളെ മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ എന്താ, എലൈസയ്ക്കകത്തും ഫാറ്റിനകത്ത് നമ്മൾ ആന്റിജൻ ആന്റിബോഡി നോക്കും, പക്ഷെ എലൈസയ്ക്കകത്ത് എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡിയാണ്, എൻസൈം ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഫാറ്റിനകത്ത് ഫ്ലൂറോകോം ലിങ്ക്ഡ് ആയിട്ടുള്ള ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്തായിരുന്നു, ഡയറക്റ്റ് ഫാറ്റിലെ ഡയറക്റ്റ് എലിസ എന്ന് വെച്ചാൽ നമ്മൾ ആന്റിജനുമായിട്ട് ആഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ആ ഫ്ലൂറസൻ ടാഗ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻസൈം ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിബോഡിയാണ്. പക്ഷെ ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആന്റിജനായിട്ട് ആദ്യം ഒരു ടാഗ്ഡ് അല്ലാത്ത ഒരു ആന്റിബോഡി, പ്രൈമറി ആന്റിബോഡി ആഡ് ചെയ്യും, അതിനുശേഷമാണ് ഒരു സെക്കൻഡറി ആന്റിബോഡി ടാഗ്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആന്റിബോഡി ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റും അങ്ങനത്തെ കാര്യങ്ങൾ. കോമൺലി യൂസ്ഡ് ഫ്ലൂറോകോം ഫോർ ഇമ്മ്യൂണോഫ്ലൂറസൻസ് ടെസ്റ്റ് അല്ലെ. നമ്മൾ ഫാറ്റ് പോലുള്ള സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഫ്ലൂറോക്രോം അല്ലെ ഫ്ലൂറസെന്റ് ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നെ നമ്മൾ നോക്കുന്നത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നോക്കും. അപ്പൊ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ ഫ്ലൂറസെന്റ് ഇരിക്കുന്നതെന്നല്ല, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് യു വി കൊടുക്കും, ആ യു വി ലൈറ്റ് കൊടുക്കും. ആ യു വി ലൈറ്റ് കൊടുക്കുമ്പോൾ ആ ഫ്ലൂറോക്രോം ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിബോഡി ആന്റിജൻ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് കാണും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലൂറോക്രോം FITC ആണ്, ഫ്ലൂറസിൻ ഐസോ തയോസൈനേറ്റ് എന്ന് പറയുന്ന FITC ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത, ഇൻ വിച്ച് സെറോളജിക്കൽ ടെസ്റ്റ് എൻസൈം ലേബിൾഡ് സ്പെസിഫിക് ആന്റിബോഡി ഓഫൻ ദിസ്, അതായത് ഓഫൻ ദി സെയിം ആന്റിസെറം കോട്ട് ഇൻ ദ വെൽ എക്സെപ്റ്റ് ഇറ്റ് ഈസ് എൻസൈം ലിങ്ക്. അത് എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ആന്റിബോഡി ആഡ് ചെയ്യുന്നു ഇതിനകത്ത് ആന്റിജന്റെ പ്രസന്റ്. അപ്പൊ അതിനകത്ത് തന്നെ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ആന്റിബോഡി ആഡ് ചെയ്യുന്നു, ആന്റിജൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോസോർബന്റ് അസേ. ഫാറ്റിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്, ഫാറ്റിൽ ഇതുപോലെ തന്നെ ആന്റിബോഡി ലിങ്ക്ഡ് ആയിട്ടുള്ള ആന്റിബോഡി, പക്ഷെ എൻസൈം അല്ല, എന്താണ് ഫ്ലൂറസ്ക്രോം ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിബോഡി യൂസ് ചെയ്യുന്നത്. അഗിഡ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, അഗാർജൽ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ അല്ലെ, ആന്റിബോഡിയും ആന്റിജനും നമ്മളിങ്ങനെ ഒരു അഗാറിൽ ഇങ്ങനെ വെച്ചിട്ട് അത് തമ്മിൽ ഡിഫ്യൂഷൻ ചെയ്യും. അത് സിംഗിൾ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എയ്തർ ആന്റിജൻ ഓർ ആന്റിബോഡി മാത്രമാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. ഡബിൾ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ആന്റിജനും ആന്റിബോഡിയും രണ്ട് സ്ഥലത്ത് നിന്ന് വന്ന് ഡിഫ്യൂഷൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കും, പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യും അല്ലേ. അപ്പൊ അല്ലെ ഇങ്ങനെ ചോദിക്കാം, അഗിഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, അഗ്ലൂട്ടിനേഷൻ അല്ല, അഗിഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. അങ്ങനെ ചോദിക്കും. അത് ടെക്നിക് ഓഫ് PCR അല്ലെ, അടുത്തൊരു മോളിക്കുലാർ ടെക്നിക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എലൈസ, ഫാറ്റ്, ഇതൊക്കെ സെറോളജിക്കൽ ടെക്നിക്കാണ് അല്ലെ. കാരണം സ്ഥലത്തുള്ള ആന്റിജൻ ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് സെറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം സെറം ഈ ആന്റിബോഡി ഉള്ള സെറത്തിലാണ് അല്ലെ. അപ്പൊ പക്ഷേ ഈ PCR അതുപോലെ നമ്മൾ പറയുന്ന റൈബോ ടൈപ്പിംഗ്, ഇത് രണ്ടും എന്താ, മോളിക്കുലാർ ടെക്നിക് അല്ലെ. മോളിക്കുലാർ ലെവലിലുള്ള നമ്മൾ DNA, RNA അങ്ങനത്തെ പ്രോട്ടീൻസ് അങ്ങനെയുള്ള സാധനം കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളാണ്. വെസ്റ്റേൺ ബ്ലോട്ടിങ്, സദേൺ ബ്ലോട്ടിങ്, അതൊക്കെ മോളിക്കുലാർ ടെക്നിക്സ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ ടെക്നിക് ഓഫ് PCR അല്ലെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ചത് ക്യാരി മുള്ളീസ് ആണ്, ക്യാരി മുള്ളീസ്. ഓക്കെ, അത് തെർമോസ്റ്റേബിൾ എൻസൈം ടാഗ് പോളിമറൈസ് യൂസ്ഡ് ഇൻ PCR ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം വിച്ച് ബാക്ടീരിയം. അപ്പൊ നമ്മുടെ PCR നമ്മൾ ചെയ്യുന്നത് തെർമോസൈക്ലറിനാണ് അല്ലെ. തെർമോസൈക്ലറിൽ PCRൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ ഈ കുറച്ച് ടെമ്പറേച്ചർ കൂടിയ ഇതാണ്. അപ്പൊ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അതിന് അർത്ഥമുണ്ട്. അപ്പൊ ഇതിനൊരു DNA പോളിമറൈസ്, അതായത് DNA ഈ പറയുന്ന ഉണ്ടാക്കാനായിട്ട് ഒരു പോളിമറൈസ് എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏത് ബാക്ടീരിയ എന്നാണ് എടുത്തിട്ടുള്ളത്, തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഭയങ്കര നല്ല തെർമോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയയുടെ എൻസൈം ആണ് എടുത്തിട്ടുള്ളത്. അതാണ് തെർമസ് അക്വാറ്റിക്കസ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് നെയിമിൽ നിന്നും ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്ററും സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെ രണ്ട് ലെറ്ററും അങ്ങനെയാണ് ടാഗ് പോളിമറൈസ്. തെർമസ് അക്വാറ്റിക്കസിന്റെ ടാഗ് പോളിമറൈസ് എന്ന എൻസൈമാണ് നമ്മൾ PCR മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത, മാച്ച് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ വിത്ത് ദിയർ കറസ്പോണ്ടിങ് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. നമ്മൾ കുറെ ഓർഗനൈസേഷൻ പറഞ്ഞു അല്ലെ, ഫുഡ് ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, OE നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ അഡീഷണൽ ഇട്ടതാണ്. OEE അല്ലെങ്കിൽ 2007 അതിന്റെ 2003 അതിന്റെ പേര് മാറ്റി, വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് എന്നാണ്. പിന്നെ കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷൻ, കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷന്റെ വേറെ പേരാണ് ഫുഡ് കോഡ് എന്ന് ചോദിക്കാം. ഫുഡ് കോഡ് എന്ന് പറയുന്ന ഏജൻസി ഏതാണ്, അത് കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷൻ ആണ്. അടുത്ത വേണ ക്വസ്റ്റ്യൻ വരാൻ CAC എന്തിന്റെ ജോയിന്റ് ആയിട്ട് നമ്മുടെ WHO അതുപോലെ FAOയുടെ ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ജോയിന്റ് എഫേർട്ട് ആണ് ഈ CAC എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇതും ചോദിക്കാം നിങ്ങൾക്ക്, അതിന്റെ ആസ്ഥാനങ്ങളും ചോദിക്കാം. ഓക്കെ, അതായത് WHOന്റെ ജനീവയാണ്, OEന്റെ പാരീസ് ആണ്, FAOന്റെ ഇതാണ് നമ്മുടെ റോമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഏറ്റവും ഫസ്റ്റ് വന്നത് OE ആണ്, 1924 ആണ് OE വന്നത്. പിന്നെ FAO 1945,
WHO 1948, കോഡെക്സ് അലിമെന്റിയസ് കമ്മീഷൻ 1963. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് C4 വരുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പം FAO വരുന്നത് 1945 A3 ആണ്. B ആണ് ആൻസർ. അടുത്ത വിച്ച് ആർ ദ കോമൺലി യൂസ്ഡ് ടെസ്റ്റ് ഫോർ ബ്ലീഡിംഗ് ടൈം ഇൻ അനിമൽസ്. അത് നമ്മുടെ പത്തോളജിയിലെ ബാക്കി റിമൈനിങ് പോർഷൻ ആയിരുന്നു. ബ്ലീഡിംഗ് ടൈമിൽ നമ്മൾ ഡ്യൂക്സ് മെത്തേഡും ഐവിസ് മെത്തേഡും ആണ്. ഡ്യൂക്സ് മെത്തേഡും ഐവിസ് മെത്തേഡും. ഓക്കെ. അടുത്തത് വിച്ച് ആർ ദ കോമൺലി യൂസ്ഡ് ടെസ്റ്റ് ഫോർ ക്ലോട്ടിംഗ് ടൈം. ക്ലോട്ടിംഗ് ടൈമിൽ നമ്മൾ കാപ്പിലറി ട്യൂബ് മെത്തേഡ് ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ജനറലി പറഞ്ഞ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ഒബ്ലിഗേറ്റ് അനേറോബിക് ബാക്ടീരിയ ആൻഡ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉദാഹരണം സ്റ്റഫൈലോകോക്കസ് ആണ് ഇതിനകത്ത് ആൻസർ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം, പിന്നെ നമ്മുടെ കോർണി ബാക്ടീരിയം, ആക്ടിനോമൈസിസ് ബോവിസ്, അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ബാക്കിയുള്ള നമ്മൾ പഠിക്കുന്ന ഈ പറയുന്ന പോലെ എൻട്രോബാക്ടീരിയസ് ഫാമിലീസിലുള്ള, അതായത് സാൽമോണെല്ല, ഈകോളൈ, ഷിഗല്ല, ക്ലെപ്സില്ല, എൻട്രോബാക്ടർ, അല്ല ബാക്കിയല്ല, ബ്രൂസെല്ല, പാസ്ചറല്ല, ഇതൊക്കെ ഗ്രാം നെഗറ്റീവ് ആണ്. ഒബ്ലിഗേറ്റ് അനേറോബിക് ബാക്ടീരിയ, അതായത് ഒബ്ലിഗേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ടും അനേറോബിക് കണ്ടീഷൻ വേണ്ട, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ എയറിന്റെ പ്രസൻസിൽ അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. അങ്ങനൊരു ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ. ഇനി അവിടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് വെച്ചാൽ അതിന്റെ നമ്മുടെ മൈക്കോബാക്ടീരിയന്റെ മൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ഡീകളറൈസേഷൻ, അതിന്റെ സ്റ്റെയിനിങ് വരുമ്പോൾ ഡീകളറൈസേഷന്റെ എഫക്റ്റിന്, അല്ലെ ആസിഡ് ഡീകളറൈസേഷൻ ഉപയോഗിക്കുന്ന ആസിഡ് ആൽക്കഹോൾ ആണ്, അതിന്റെ എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിന് നമ്മൾ പറയുന്നത് സീൽനേഴ്സൺ സ്റ്റെയിൻ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, സീൽനേഴ്സൺ സ്റ്റെയിനിങ്. ഓക്കെ. അപ്പൊ അത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഗ്രാം നെഗറ്റീവ് ഇവിടെ സാൽമണല്ല ഗ്രാം നെഗറ്റീവ് അല്ല, ഈക്കോളെ ഗ്രാം നെഗറ്റീവ് ആണ്. ഒബ്ലിഗേറ്റ് അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ആണ്. ക്ലോസ്ട്രീഡിയത്തിന്റെ ഏതെങ്കിലും, ക്ലോസ്ട്രീഡിയം ടെറ്റിനി, ക്ലോസ്ട്രീഡിയം പെർഫ്യൂജൻസ്, ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, ക്ലോസ്ട്രീഡിയം സബ്റ്റിലിസ്, എന്ത് വേണമെങ്കിൽ എല്ലാ ക്ലോസ്ട്രീഡിയം അനേറോബിക് ആണ്. പിന്നെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയ. സോ ഓപ്ഷൻസ് ആർ A1, B3, C4 and D2. So A1, B3 and C4. So it is B is the answer. So that's the end of the question paper discussion.